Hello dears, welcome back to another session of biology from Pratibha College. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മോഡൽ എക്സാംസ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ഫൈനൽ പബ്ലിക് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ മോഡൽ എക്സാംസിലെ എല്ലാ സബ്ജക്ട്സും അത്യാവശ്യം ഈസി ആയിരുന്നു എന്നാണ് നമ്മുടെ ഫീഡ്ബാക്സ്, നമുക്ക് കിട്ടിയ ഫീഡ്ബാക്സ്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ആയിരുന്നിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ ബയോളജിയുടെ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ പൊതുവെ ഒരു ഈസി ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. പഠിക്കുന്ന ഒരാൾക്ക് A+ ഷുവറായിട്ടും കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. നമ്മൾ ഇന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു റിവ്യൂ ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ്, നമുക്ക് അതിന്റെ ആൻസേഴ്സ് എന്തൊക്കെയാണ്, ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ടിപ്പിക്കൽ ചില നമ്മൾ സാധാരണ ചോദിക്കുന്നതിൽ യൂഷ്വൽ ചോദിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു, അപ്പൊ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരുന്നു, ഇനി അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നമുക്ക് അത് എങ്ങനെയായാലും സ്കോർ ചെയ്യാം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങൾ മുൻ വർഷങ്ങളിൽ ചോദിച്ച അതേ ഒരു പാറ്റേൺ തന്നെയായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനും. അപ്പൊ അതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ കാണാം, നമുക്ക് സാധാരണ എല്ലാ വർഷവും ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ ഒരു 6 ക്വസ്റ്റ്യൻ 1 to 6 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് നിങ്ങൾ 5 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതിയാവും. അത് കഴിഞ്ഞ് വരുന്ന 7 ക്വസ്റ്റ്യൻസ് മീൻസ് 7 to 13 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾ 6 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. 2 മാർക്കിന്റെ 6 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. അത് കഴിഞ്ഞ് വരുന്ന 14 to 20 7 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 7 ക്വസ്റ്റ്യനിൽ 5 ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. 3 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതി. ഇത് 21, 22, 23 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് 2 എണ്ണം ആൻസർ ചെയ്താൽ മതി. അപ്പൊ ഇതാണ് നമ്മുടെ സാധാരണ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ. ഈ വർഷവും സെയിം അതേ പാറ്റേൺ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ വർഷത്തെ 2024 മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അപ്പൊ അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൽ നിങ്ങൾ നോക്കാം, ആൻസർ എനി 5 ഫ്രം ക്വസ്റ്റ്യൻസ് 1 to 6 1 സ്കോർ ഈച്ച്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തെ 6 ക്വസ്റ്റ്യൻസ്. അപ്പൊ അതിൽ 5 എണ്ണം എഴുതിയാൽ മതി. അപ്പൊ നമ്മൾ അതിൽ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ റിലേഷൻ ഇൻ എ ആൻഡ് ഫില്ലിംഗ് ബി. ഇത് നമ്മൾ സാധാരണ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, എല്ലാ വർഷവും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കും, ഡോർമൻസി ഓഫ് എംബ്രിയോ സിസിക് ആസിഡ് എന്നാണ് തന്നേക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി പ്ലാന്റ് ഹോർമോണും അതിന്റെ ഫംഗ്ഷനുമാണ് തന്നേക്കണ പേര്. അപ്പൊ സെക്കൻഡ് പേര് നമ്മൾ ഫില്ല് ചെയ്യണം. ഇത് നിങ്ങൾ 8ാം ക്ലാസ് മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ്. സെയിം ഇപ്പൊ നമുക്ക് ഫെമിലിയർ ആണ്. അപ്പൊ സെക്കൻഡ് നമ്മൾ തന്നിരിക്കുന്ന ബി ഫ്രൂട്ട് ഫോർമേഷൻ ആണ്. അപ്പൊ ഫ്രൂട്ട് ഫോർമേഷന് സഹായിക്കുന്ന പ്ലാന്റ് ഹോർമോൺ ഏത് എന്നാണ് ചോദ്യം. നമുക്ക് മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരും, എന്താണ് ഫ്രൂട്ട് ഫോർമേഷൻ സഹായിക്കുന്ന ഹോർമോണിന്റെ പേര് ഓക്സിൻ എന്നാണ്. അപ്പൊ അവിടെ നമ്മൾ എഴുതും ഓക്സിൻ. ഓക്സിൻ എന്ന് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 1 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ, വിച്ച് ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് റിലേറ്റഡ് ടു സിമ്പതറ്റിക് സിസ്റ്റം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക്. എല്ലാ വർഷവും ഈ ഒരു സെക്ഷനിൽ നിന്നും ഷുവർ ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇവിടെയും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ തന്നേക്കുന്ന 4 സ്റ്റേറ്റ്മെന്റുകളിൽ സിമ്പതറ്റിക്കിൻ്റെത് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതിയാവും. അപ്പൊ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, പാർട്ട് ഓഫ് ഓട്ടോനോമസ് നെർവസ് സിസ്റ്റം. അപ്പൊ സിമ്പതറ്റിക് സിസ്റ്റം ഓട്ടോനോമസ് നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. നമുക്കറിയാം ഓട്ടോനോമസ് നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും. അപ്പൊ തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റ് സിമ്പതറ്റിക്കുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നമുക്ക് അവിടെ ടിക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ പാർട്ട് ഓഫ് ഓട്ടോനോമസ് നെർവസ് സിസ്റ്റം ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, നമ്മൾ ടിക്ക് ചെയ്തു. രണ്ടാമത്തേത് പാർട്ട് ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമാണോ? അല്ല. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ സെറിബ്രവും സ്പൈനൽ കോഡും മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ സിമ്പതറ്റിക് സിസ്റ്റം ഓട്ടോനോമസ് നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം, പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഇൻക്രീസസ്. സിമ്പതറ്റിക്കിന്റെയും പാരാസിമ്പതറ്റിക്കിന്റെയും ആക്ഷൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് നമ്മൾ പഠിച്ചു. 9 പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഇൻക്രീസസ് പാരാസിമ്പതറ്റിക്കിന്റെ ഫംഗ്ഷനിലാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ നമ്മളുടെ ചോദ്യം സിമ്പതറ്റിക്കിന്റെ മാത്രം സെലക്ട് ചെയ്താൽ മതി. അപ്പം മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ഇനി നാലാമത്തെ ഓപ്ഷൻ, ഗ്ലൈക്കോജൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൂക്കോസ്. ശ്രദ്ധിക്കുക, നമ്മളവിടെ സിമ്പതറ്റിക് ലിവറിൽ നടക്കുന്ന ആക്ഷൻ പഠിച്ചപ്പോൾ ഗ്ലൈക്കോജൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൂക്കോസ് എന്ന് പഠിച്ചു. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് സിമ്പതറ്റിക്കുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ വരുമ്പോൾ ആ ഫസ്റ്റ് പോയിന്റും ലാസ്റ്റ് പോയിന്റുമാണ് ആൻസർ. അപ്പൊ എയും സിയും ഇവിടെ എ ബി സി മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഫസ്റ്റ് ഓപ്ഷനും ഫോർത്ത് ഓപ്ഷനുമാണ് ഇതിലെ ശരിയായ ആൻസേഴ്സ്. അപ്പൊ ആ 2 സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക് കിട്ടും. ഇൻ കേസ് നിങ്ങൾ അതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ എഴുതിയിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് അവിടെ 1/2 മാർക്കേ കിട്ടുള്ളൂ. അപ്പൊ 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ 1 മാർക്ക് കിട്ടുള്ളൂ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ, ഹൈബ്രിഡൈസേഷൻ ഓഫ് 2 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ഓഫ് ദി ക്യാരക്ടർ സീഡ് കളർ ഇല്ലുസ്ട്രേറ്റഡ് ബിലോ.
അപ്പൊ സീഡ് കളർ നമ്മൾ പഠിച്ചു, മെന്റൽ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റിനായിട്ട് 7 ഡിഫറെന്റ് ക്യാരക്ടർ സെലക്ട് ചെയ്തു. അപ്പൊ അതിൽ ഒരെണ്ണമായിരുന്നു കളർ ഓഫ് ദ സീഡ്. ഇവിടെ തന്നേക്കുന്നത് സീഡ് കളർ, 2 കളർ, യെല്ലോ കളർ സീഡും ഗ്രീൻ കളർ സീഡും തമ്മിൽ മെന്റൽ ഹൈബ്രിഡൈസ് ചെയ്തതിന്റെ ഒരു ഇല്ലുസ്ട്രേഷൻ ആണ് തന്നേക്കുന്നത്. ചോദ്യം എന്താണ്? വിച്ച് വിൽ ബി ദ റിസസീവ് ട്രേറ്റ് ഓഫ് F1 ജനറേഷൻ. F1 ജനറേഷനിൽ റിസസീവ് ട്രേറ്റ് ആണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് ആ 2 ടേംസ് ഓർമ്മ. ഡോമിനന്റ് ട്രേറ്റ് എന്താണ്, റിസസീവ് ട്രേറ്റ് എന്താണ്? ഈ എക്സ്പെരിമെന്റ് നോക്കി, ഇവിടെ യെല്ലോ സീഡും ഗ്രീൻ സീഡുമാണ് ഹൈബ്രിഡൈസ് ചെയ്തേക്കുന്നത്. നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം ഫസ്റ്റ് ജനറേഷനിൽ ഉണ്ടായത് എന്തായിരിക്കും? യെല്ലോ സീഡ് ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അപ്പൊ യെല്ലോ സീഡ് ആണ് ഫസ്റ്റ് ജനറേഷനിൽ ഉണ്ടായിട്ടുള്ള. നമ്മുടെ ചോദ്യം റിസസീവ് ട്രേറ്റ് ആണ്. ഫസ്റ്റ് ജനറേഷനിൽ അപ്പിയർ ആകുന്ന ട്രേറ്റിന് നമ്മൾ ഡോമിനന്റ് ട്രേറ്റ് എന്ന് പറയും, ഹിഡൻ ആകുന്ന ട്രേറ്റിനെയാണ് റിസസീവ് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ അപ്പിയർ ആയത് യെല്ലോ ആണ്, നമുക്ക് ആവശ്യമുള്ള ഏതാണ്? റിസസീവ് ആണ്. അപ്പൊ റിസസീവ് ഏതാണ്? ഗ്രീൻ സീഡ് ആണ് ആൻസർ. അപ്പൊ തേർഡ് ക്വസ്റ്റിന്റെ ആൻസർ ഗ്രീൻ സീഡ് ആണ്. അപ്പൊ അത് ഗ്രീൻ സീഡ് എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, 1 മാർക്കിന്റെ 4ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് എവിഡൻസ് സപ്പോർട്ട്സ് ദ ഹൈപ്പോത്തസിസ് ഗിവൺ ബിലോ. തന്നേക്കുന്ന ഹൈപ്പോത്തസിസിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് എന്താണെന്നാണ്. നോക്കൂ, ലൈഫ് ഒറിജിനേറ്റഡ് ഇൻ സം അതർ പ്ലാനറ്റ് ഇൻ ദ യൂണിവേഴ്സ് ആൻഡ് ആക്സിഡന്റലി റീച്ച് ഇൻ ദ എർത്ത്. ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പരിചിതമാണ്. നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ പാത്ത് ട്രാവേഴ്സ്ഡ് ബൈ ലൈഫിൽ നമ്മൾ പഠിച്ച ഒരു 5 തിയറീസ് ഉണ്ട്. അതിൽ ആദ്യം നമ്മൾ പഠിച്ച ഒരു കൺസെപ്റ്റ് ആണ് ഈ വായിച്ച സ്റ്റേറ്റ്മെന്റ്. ലൈഫ് ഒറിജിനേറ്റഡ് ഇൻ സം അതർ പ്ലാനറ്റ് ഇൻ ദ യൂണിവേഴ്സ് ആൻഡ് ആക്സിഡന്റലി റീച്ച് ദ എർത്ത്. അപ്പൊ നിങ്ങൾക്ക് ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് പാൻസ്പെർമിയ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. പാൻസ്പെർമിയ ഹൈപ്പോത്തസിസുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ? വാട്ട് എവിഡൻസ് സപ്പോർട്ട്സ് ദ ഹൈപ്പോത്തസിസ്. ഈ ഹൈപ്പോത്തസിസിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് ആണ്. പലർക്കും ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടാവും. ഈ സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോൾ നമ്മൾ പഠിച്ച ഓർമ്മയിൽ പലരും ചാടി കയറി ആൻസർ ചെയ്തിട്ടുണ്ടാവും പാൻസ്പെർമിയ കൺസെപ്റ്റ് എന്ന്. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. ശരിക്കും ഇവിടെ ചോദിച്ചിരുന്നത് എവിഡൻസ് ആണ് ചോദിച്ചിരുന്നത്. അപ്പൊ എവിഡൻസ് എന്ത് എഴുതും? നമ്മളിവിടെ പഠിച്ചു, ഓർഗാനിക് സബ്സ്റ്റൻസസ് ഒബ്റ്റെയിൻഡ് ഫ്രം മീറ്റിയോസ് ദാറ്റ് ഫെൽ ഓൺ എർത്ത് സപ്പോർട്ട്സ് ദിസ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ അത് നമ്മുടെ ഭൂമിയിലേക്ക് പതിച്ച ഉൽക്കകളിൽ നിന്ന് ലഭിച്ച ഓർഗാനിക് സബ്സ്റ്റൻസുകൾ, ജൈവ സംയുക്തങ്ങളാണ് ഈ തിയറിയെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എവിഡൻസ് ചോദിക്കുമ്പോൾ അത് ഓർഗാനിക് സബ്സ്റ്റൻസസ് ഒബ്റ്റെയിൻഡ് ഫ്രം മീറ്റിയോസ് ദാറ്റ് ഫെൽ ഓൺ എർത്ത്, അതാണ് ഇതിന്റെ എവിഡൻസ്. അപ്പൊ ഈ ഫോർത്ത് ക്വസ്റ്റിന്റെ ആൻസർ അതാണ്. അവിടെ പാൻസ്പെർമിയ കൺസെപ്റ്റ് എഴുതിയവർക്ക് 1 മാർക്ക് പോയിട്ടുണ്ടാവും. വിഷമിക്കേണ്ട, നമുക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ പ്രോപ്പർ ആയിട്ട് വായിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അടുത്ത 5th ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5th ക്വസ്റ്റ്യനിൽ ചൂസ് ദ കറക്റ്റ് കോമ്പിനേഷൻ ഫ്രം ദ ഫോളോയിങ്. തന്നേക്കുന്നതിൽ നിന്നും ശരിയായ കോമ്പിനേഷൻ ഏതാണെന്ന് ചോദിച്ചിരുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ സാധാരണ ABC ഈ 3 കോളംസ് ഫില്ല് ചെയ്തിട്ട് സാധാരണ ഈ 3 കോളംസ് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പലരും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആദ്യം ചാടി കയറി ചിലപ്പോൾ ഇതിനകത്ത് മിസ്റ്റേക്സ് ഉള്ളതൊക്കെ കറക്റ്റ് ചെയ്ത് കോളംസ് മാച്ച് ചെയ്ത് വെക്കാറുണ്ട്. ശരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല. ഈ തന്നേക്കുന്നതിൽ ശരിയായിട്ടുള്ള കോമ്പിനേഷൻ ഏതാണ് നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ഇപ്പൊ പ്ലനേറിയ, ഐസ്പോട്ട്, ടേസ്റ്റ്. നമുക്കറിയാം, നമ്മൾ 2nd ചാപ്റ്ററിൽ ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഡിഫറെന്റ് ഓർഗാനിസംസും അവരുടെ സെൻസ് ഓർഗൻസും അതിന്റെ ഫംഗ്ഷൻസും പഠിച്ചു. അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഈ ഒരു സെഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ പ്ലനേറിയ, ഐസ്പോട്ട്, ടേസ്റ്റ് എന്നാണ്. അപ്പൊ നോക്കാം, അതിനകത്ത് പ്ലനേറിയ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്ലനേറിയയുടെ സെൻസ് ഓർഗൻ ഐസ്പോട്ട് ആണ് നമ്മൾ പറഞ്ഞു. അപ്പൊ അത് രണ്ടും ശരിയാണ്. ഇനി 3ാമത്തെ കോംബോ നോക്കൂ. 3ാമത്തെ ടേസ്റ്റ് ആണ് തന്നേക്കുന്നത്. ശരിയാണോ? അത് അല്ല. പ്ലനേറിയയുടെ ഐസ്പോട്ട് ലൈറ്റ് ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. ഫസ്റ്റ് ആ ഒരു പെയർ കോമ്പിനേഷൻ തെറ്റാണ്. ഇനി സെക്കൻഡ് കോമ്പിനേഷൻ നമുക്ക് നോക്കാം. ഷാർക്ക്, ജേക്കബ്സൺസ് ഓർഗൻ. അവിടെ തന്നെ നമുക്ക് മനസ്സിലാവും അത് തെറ്റാണ്. കാരണം ഷാർക്കിന് നമ്മൾ ലാറ്ററൽ ലൈൻ ആണ് പഠിച്ചത്. അപ്പൊ ആ സെക്കൻഡ് ഓപ്ഷനും തെറ്റാണ്. ഇനി തേർഡ് ഓപ്ഷനിലേക്ക് നോക്കിയാൽ സ്നേക്ക്, ലാറ്ററൽ ലൈൻ, ബോഡി ബാലൻസ്. അപ്പൊ അവിടെ തന്നെ നോക്കാം, സ്നേക്കിന് ലാറ്ററൽ ലൈൻ അല്ല എന്ന് നമുക്കറിയാം. അപ്പൊ അതും തെറ്റാണ്. അപ്പൊ ഇനി ഒരു ഓപ്ഷൻ മാത്രമേ അവസാനിക്കുന്നുള്ളൂ. അതെന്താണ്? ഹൗസ് ഫ്ലൈ. ഹൗസ് ഫ്ലൈയുടെ സെൻസ് ഓർഗന്റെ പേര് ഒമാറ്റിഡി ആണ് നമുക്കറിയാം. അത് ലൈറ്റ് ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ലാസ്റ്റ് കോമ്പിനേഷൻ നോക്കാം. ഹൗസ് ഫ്ലൈ, ഒമാറ്റിഡിയ, ലൈറ്റ്. അപ്പൊ അത് മാത്രമാണ് ശരി. ഫോർത്ത് കോമ്പിനേഷൻ മാത്രമാണ് ശരി. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷനിൽ 1, 2 കറക്റ്റ്. 1ാമത്തതും 2ാമത്തതും ശരിയാണ്. അല്ല, ശരിയല്ല നമുക്കറിയാം. ഇനി 2 സെക്കൻഡ് ആണ് കറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമല്ല. സെക്കൻഡ് ആൻഡ് തേർഡ് ആർ കറക്റ്റ് എന്ന് പറയുന്നു. അതുമല്ല. അപ്പൊ നമുക്ക് ആകെയുള്ള ശരിയായ ആൻസർ 4th കറക്റ്റ്. അപ്പൊ ഓപ്ഷൻ ഡി 4 കറക്റ്റ്. അതാണ് എന്റെ ശരിയായ ആൻസർ. ഇനി 6ാമത്തെ ചോദ്യം, അത് 1 മാർക്കിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് മിസ്റ്റേക്സ് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻഡ് പാർട്ട് ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്. ഇതും ഒരു സ്ഥിരം പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ അണ്ടർലൈൻഡ് വേർഡിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ദ കംപ്ലീറ്റ് ജനറ്റിക് മെറ്റീരിയൽ പ്രസന്റ് ഇൻ ആൻ ഓർഗാനിസം ഈസ് കാൾഡ് ഇറ്റ്സ് ജിനോം. നമ്മൾ പഠിച്ച
ജനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചർ എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കുറച്ച് ടേംസ് ആണ് അതിനകത്ത് തന്നേക്കുന്നത്. അപ്പൊ ജിനോം നമ്മൾ പഠിച്ചു, ദ കംപ്ലീറ്റ് ജനറ്റിക് മെറ്റീരിയൽസ് പ്രസന്റ് ഇൻ ആൻ ഓർഗാനിസം. അത് തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ അവിടെ മിസ്റ്റേക്സ് ഒന്നുമില്ല, നമ്മൾ അതിൽ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ, ജീൻ മാപ്പിംഗ് ഹെൽപ് ടു ഐഡന്റിഫൈ ദ ലൊക്കേഷൻ ഓഫ് എ പെർട്ടിക്കുലർ ജീൻ ഇൻ ദ DNA. DNA-യിൽ ഒരു പെർട്ടിക്കുലർ ജീന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്ന ടെക്നോളജിയാണ് ജീൻ മാപ്പിംഗ്. ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പൊ അതിലും മിസ്റ്റേക്ക് ഇല്ല, നമ്മളൊന്നും കറക്റ്റ് ചെയ്യാനില്ല. ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ, ദ ടെക്നോളജി ഓഫ് ടെസ്റ്റിംഗ് ദ അറേഞ്ച്മെന്റ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഈസ് ജീൻ തെറാപ്പി. ആ സ്റ്റേറ്റ്മെന്റിൽ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജീൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ അതൊരു ട്രീറ്റ്മെന്റ് മെത്തേഡ് ആണ്. ഡിഫക്റ്റീവ് ജീൻസിനെ റിമൂവ് ചെയ്ത് ഫങ്ഷണൽ ജീൻസ് ആഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ്. പക്ഷെ ഇവിടെ തന്നേക്കണം അതാണോ? അല്ല. ദ ടെക്നോളജി ഓഫ് ടെസ്റ്റിംഗ് ദ അറേഞ്ച്മെന്റ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഈസ്, നമ്മൾ എന്താ പഠിച്ചത് അവിടെ? DNA ഫിംഗർ പ്രിന്റിംഗ് എന്നോ, DNA ഫിംഗർ പ്രിന്റിംഗ് എന്നോ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? DNA പ്രൊഫൈലിംഗ് എന്നോ, DNA ടെസ്റ്റിംഗ് എന്നോ ഒക്കെ പറയാം. അവിടെ നമുക്ക് 3 ആൻസർ എഴുതാം. DNA ഫിംഗർ പ്രിന്റിംഗ് എഴുതാം, DNA പ്രൊഫൈലിംഗ് എഴുതാം, DNA ടെസ്റ്റിംഗ് എഴുതാം. ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾ അവിടെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മാർക്ക് കിട്ടും. ഇനി അടുത്തത് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇന്റർഫെറോൺസ് ആർ പ്രോട്ടീൻസ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് വൈറൽ ഡിസീസ്. ആ ഓപ്ഷൻ ശരിയാണോ? ഇന്റർഫെറോൺസ് വൈറൽ ഡിസീസുകൾക്ക് എഗൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രോട്ടീൻ ആണ്. അപ്പൊ അതും ശരിയാണ്. അപ്പൊ നമുക്കിവിടെ ഓപ്ഷനിൽ 6ാമത്തെ ക്വസ്റ്റ്യനിൽ 3ാമത്തെ ഓപ്ഷൻ ആണ് മിസ്റ്റേക്ക് ആയിട്ടുള്ളത്. അതിന് നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ, ദ ടെക്നോളജി ഓഫ് ടെസ്റ്റിംഗ് ദ അറേഞ്ച്മെന്റ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഈസ് DNA ഫിംഗർ പ്രിന്റിംഗ് എന്നോ, DNA പ്രൊഫൈലിംഗ് എന്നോ, DNA ടെസ്റ്റിംഗ് എന്നോ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് സെഷനിൽ 6 മാർക്കിന് 6 ക്വസ്റ്റ്യൻ, 5 മാർക്കിനുള്ള ഓരോ മാർക്ക് ക്വസ്റ്റ്യൻസ് വീതം ഉള്ള ഫസ്റ്റ് സെഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് എല്ലാ ക്വസ്റ്റ്യനും ശരിയായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനിയായിട്ട് നമ്മൾ സെക്കൻഡ് സെഷനിലേക്ക് പോകുന്നു, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്ന സെക്ഷനിലേക്ക്. അതായത് ആൻസർ എനി 6 ക്വസ്റ്റ്യൻസ് ഫ്രം 7 to 13, 7 മുതൽ 13 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ 6 ആൻസർ ചെയ്യാം, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അപ്പൊ അവിടെ നോക്കാം, ഓർഗാനിസംസ് വിത്ത് വേരിയേഷൻസ്, ഓവർ പ്രൊഡക്ഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. അപ്പൊ ഈ ഫ്ലോ ചാർട്ട് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരും, നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിൽ ഡാർവിന്റെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച ഫ്ലോ ചാർട്ടിലെ 2 പോയിന്റ്സ് ആണ് ഈ കാണുന്നത്. അപ്പൊ ചോദ്യം ഇതാണ്, നോക്കൂ, വിച്ച് തിയറി ഓഫ് എവല്യൂഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് ഹിയർ. ഇവിടെ ഏത് തിയറിയുമായി ബന്ധപ്പെട്ടാണ് തന്നേക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തിയറി ഏതാ അവിടെ? തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ, ഡാർവിനിസം എന്നോ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്നോ നിങ്ങൾക്ക് എഴുതാം. അപ്പൊ 1 മാർക്ക് അവിടെ കിട്ടി. ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ബി, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് വേരിയേഷൻ ഇൻ ദി ഒറിജിൻ ഓഫ് ന്യൂ സ്പീഷീസ് അക്കോർഡിംഗ് ടു ദിസ് തിയറി. അപ്പൊ ഈ തിയറി പ്രകാരം ഈ പുതിയ സ്പീഷീസ് ഉണ്ടാകാനുള്ള വേരിയേഷൻസ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ നമ്മൾ എഴുതണം. നമ്മൾ ആ പഠിച്ച ഫ്ലോ ചാർട്ടിലെ അവസാനത്തെ ഒരു 3 പോയിന്റ് ഓർമ്മയുണ്ടോ? ഫേവറബിൾ വേരിയേഷൻസ് ആർ ട്രാൻസ്ഫേർഡ് ടു നെക്സ്റ്റ് ജനറേഷൻ, accumulation of variations inherited through generation and origin of new species. ആ 3 പോയിന്റ് ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. അതായത് ഓരോ ജീവികൾക്കും ഉണ്ടാകുന്ന ഫേവറബിൾ വേരിയേഷൻസ് അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും, ഇങ്ങനെ ഉണ്ടാകുന്ന ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ വേരിയേഷൻസ് അക്യുമുലേറ്റ് ചെയ്യുന്നു, പല ജനറേഷനിലൂടെ അക്യുമുലേറ്റ് ചെയ്ത് പുതിയ സ്പീഷീസ് ആയിട്ട് ഫോം ചെയ്യുന്നു. അപ്പൊ അതാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ ആ ഒരു പോയിന്റ് കൂടെ എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്ക് ഈ ക്വസ്റ്റ്യന് സ്കോർ ചെയ്യാം. അപ്പൊ 7ാമത്തെ ക്വസ്റ്റ്യന് 2 മാർക്ക്. ഇനി അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ കാണാം, read the following statements and answer the question. ചോദ്യം വായിക്കാം. The middle layer is separated from the external layer by tympanum. Air cannot pass through it. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇയറിന്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ, മിഡിൽ ഇയറിനെയും എക്സ്റ്റേണൽ ഇയറിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന തിൻ സർക്കുലർ മെമ്പറൈൻ ആണ് ടിംബാനം. അപ്പൊ അത് മിഡിൽ ഇയറിനെയും എക്സ്റ്റേണൽ ഇയറിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന കാരണം നമ്മുടെ എക്സ്റ്റേണൽ ഇയറിലൂടെ എയർ സർക്കുലേഷൻ മിഡിൽ ഇയറിലേക്ക് പോകില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ചോദ്യം, സോ ഹൗ ഈസ് ദ എയർ പ്രഷർ ഓൺ എയ്തർ സൈഡ് ഓഫ് ദ ടിംബാനം റെഗുലേറ്റഡ്. അപ്പൊ ടിംബാനത്തിന്റെ ഒരു സൈഡിൽ എക്സ്റ്റേണൽ ഇയർ, മറ്റേ സൈഡിൽ മിഡിൽ ഇയറുമാണ്. അപ്പൊ ഈ 2 സൈഡിലുള്ള പ്രഷർ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നതാണ് ചോദ്യം. അപ്പൊ നമുക്ക് അവിടെ പഠിച്ചിട്ടുണ്ട്, നമ്മൾ മിഡിൽ ഇയറിലെ പാർട്സ് പഠിച്ചപ്പോൾ ഏത് പാർട്ട് പഠിച്ചു? യൂസ്റ്റേഷൻ ട്യൂബ് എന്നൊരു പാർട്ട് പഠിച്ചു. ആ യൂസ്റ്റേഷൻ ട്യൂബ് കണക്ട്സ് ദ മിഡിൽ ഇയർ ആൻഡ് ഫാരിങ്സ് എന്ന് പറയുന്നത്. മിഡിൽ ഇയറിനെ, മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന, ഫാരിങ്സുമായിട്ട് ബന്ധിപ്പിക്കുന്ന പാർട്ടാണ് യൂസ്റ്റേഷൻ ട്യൂബ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ യൂസ്റ്റേഷൻ ട്യൂബ് വഴി എയർ സർക്കുലേഷൻ ഉണ്ടാവുകയും അത് നമ്മുടെ എക്സ്റ്റേണൽ ഇയറിലെയും മിഡിൽ ഇയറിലെയും പ്രഷർ ബാലൻസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടുത്തെ ആൻസർ നിങ്ങൾ എങ്ങനെ എഴുതും? The eustachian tube connects the middle ear and pharynx, thus by balancing the pressure on either side of the tympanum എന്ന് പറഞ്ഞ് നമ്മൾ എഴുതും. അപ്പൊ അത് എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ആ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയാൽ. അപ്പൊ യൂസ്റ്റേഷൻ ട്യൂബുമായി ബന്ധപ്പെട്ട ആ സ്റ്റേറ്റ്മെന്റ് എഴുതണം. മിക്കവാറും പരീക്ഷകളിൽ യൂസ്റ്റേഷൻ ട്യൂബ് ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോണം, യൂസ്റ്റേഷൻ ട്യൂബ്.
അപ്പൊ 2 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഒരു കൺഫ്യൂസിംഗ് ക്വസ്റ്റ്യൻ ആയിരുന്നു, പലർക്കും പരിചയമില്ലാത്ത ഒരു പുതിയ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചിരിക്കാൻ നോക്കാം. ഒബ്സർവ് ദ ഫിഗർ എക്സ് ആൻഡ് വൈ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. തന്നേക്കണ എക്സ് വൈ എന്ന് പറഞ്ഞ പിക്ചേഴ്സ് ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് അതിന്റെ ആൻസർ എഴുതാം. നമുക്ക് ആ പിക്ചർ നോക്കാം. ആദ്യം എക്സ് എന്ന് പറയുന്ന പിക്ചർ നോക്കാം. നിങ്ങൾക്ക് എക്സ് എന്ന് പറയുന്ന പിക്ചറിൽ എന്താ സ്പെഷ്യാലിറ്റി ഉള്ളത് വൈയിൽ നിന്ന് വ്യത്യസ്തമായിട്ട്? നോക്കൂ, എക്സ് എന്ന് പറയുന്ന പിക്ചറിൽ നമുക്ക് ഇവിടെ മൈലിൻ ഷീത്ത് കാണാം, പക്ഷെ വൈ എന്ന പിക്ചറിൽ എന്തില്ല? മൈലിൻ ഷീത്ത് ഇല്ല. ഇതാണ് ആ പിക്ചറിൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് വിസിബിളി കാണാൻ പറ്റുന്ന ഒരു ഡിഫറൻസ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ന്യൂറോൺ ഈസ് പ്രസന്റ് ഇൻ അബുണ്ടൻസ് ഇൻ ഗ്രേ മാറ്റർ? ഈ തന്നേക്കുന്നതിൽ ഏത് ന്യൂറോൺ ആണ് ഗ്രേ മാറ്ററിൽ അബുണ്ടൻസ് ആയിട്ട് കാണുന്നത്? അപ്പൊ അതിന്റെ ആൻസർ എഴുതണമെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ എന്താണെന്ന് പഠിച്ച കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. നമ്മൾ പഠിച്ചു വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ മൈലിനേറ്റഡ് ന്യൂറോൺസ് ആണ് കൂടുതൽ കാണപ്പെടുന്നത്. ഗ്രേ മാറ്ററിൽ നോൺ മൈലിനേറ്റഡ് ന്യൂറോൺസ് ആണ് കാണപ്പെടുന്നത്. അപ്പൊ ഇവിടെ പിക്ചറിൽ എക്സും വൈയും ഉണ്ട്. അതിൽ എക്സ് മൈലിനേറ്റഡ് ന്യൂറോൺ ആണ്, വൈ നോൺ മൈലിനേറ്റഡ് ന്യൂറോൺ ആണ്. തന്നല്ലോ. അപ്പൊ ചോദ്യം എന്താണ്? വിച്ച് ന്യൂറോൺ ഈസ് പ്രസന്റ് ഇൻ അബുണ്ടൻസ് ഇൻ ഗ്രേ മാറ്റർ? അപ്പൊ ഗ്രേ മാറ്ററിൽ ഏതായിരിക്കും ഉള്ളത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്രേ മാറ്ററിൽ നോൺ മൈലിനേറ്റഡ് ന്യൂറോൺസ് ആണ് കൂടുതലുള്ളത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? ആൻസർ വൈ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ വിച്ച് ന്യൂറോൺ ഈസ് പ്രസന്റ് ഇൻ അബുണ്ടൻസ് ഇൻ ഗ്രേ മാറ്റർ ചോദിച്ചാൽ ആൻസർ വൈ ആണ്. ഇനി വാട്ട് ഫീച്ചർ ഡിഡ് യു കൺസിഡർ ഫോർ ദി സെലക്ഷൻ? നമ്മൾ ഈ ഒരു ആൻസറിലേക്ക് എത്താൻ എന്ത് റീസൺ ആണെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക. ഇവിടെ എന്താണ് നമ്മളിപ്പോ പറഞ്ഞു? ഗ്രേ മാറ്ററിൽ നോൺ മൈലിനേറ്റഡ് ന്യൂറോൺസ് ആണുള്ളത്. ഗ്രേ മാറ്ററിൽ നോൺ മൈലിനേറ്റഡ് ന്യൂറോൺസ് ആർ പ്രസന്റ് ഇൻ അബുണ്ടൻസ്. അപ്പൊ അതാണ് അവിടുത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ന്യൂറോൺ ഈസ് ദ സ്പീഡ് ഓഫ് ഇമ്പൾസ് ഹൈ? ഈ തന്നേക്കണം എക്സ് വൈ എന്നുള്ള 2 ന്യൂറോണിൽ ഏത് ന്യൂറോണിലാണ് ഇമ്പൾസിന്റെ സ്പീഡ് കൂടുതലുള്ളത്? സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും എക്സ് ആണ് ആൻസർ. കാരണം എന്താണ്? എക്സില് മൈലിൻ ഷീത്ത് ഉണ്ട്. നമ്മൾ മൈലിൻ ഷീത്തിന്റെ ഫംഗ്ഷൻസ് പഠിച്ചല്ലോ, 4 ഫംഗ്ഷൻസ്. അതിലൊരു ഫംഗ്ഷൻ എന്തായിരുന്നു? ആക്സിലറേറ്റ് ഇമ്പൾസസ് എന്നായിരുന്നു ഒരു ഫംഗ്ഷൻ. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് എക്സിലൂടെ ഇമ്പൾസിന്റെ സ്പീഡ് കൂടുതലെന്ന് പറഞ്ഞു? കാരണം ബിക്കോസ് ദ എക്സ് എന്ന് പറയുന്ന ന്യൂറോണിൽ contains myelin sheath, so myelin sheath accelerates impulses, so speed will be high compared to the neuron Y. അപ്പൊ ആ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും. എയും ബിയും കൃത്യമായിട്ട് എഴുതാം. അത് ഇത് പലപ്പോഴും നിങ്ങൾ നോർമലി കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ല, പലർക്കും കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം 40 മാർക്ക് പ്രതീക്ഷിച്ച് പോയവർക്ക് ചിലപ്പോ ഒരു പക്ഷേ ഈ ഒരു 2 മാർക്ക് പോയിട്ടുണ്ടാവാം. അപ്പം ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നമ്മൾ എഴുതാൻ ക്യാപ്പബിൾ ആയിരിക്കണം. അപ്പോൾ പ്രത്യേകിച്ച് ഇനി അടുത്ത റിവിഷൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇത്തരം ക്വസ്റ്റ്യൻസ് കുറച്ച് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഗിവൺ കണ്ടീഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. റെഡ് ബ്ലഡ് സെൽസ് ബെൻഡ് ലൈക്ക് സിക്കിൾസ്. റെഡ് ബ്ലഡ് സെൽസ്, അരുണ രക്താണുക്കൾ അരിവാൾ രൂപത്തിലാവുന്നു. ആ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് സംഭവം. അത് നമ്മുടെ 4th ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച സിക്കിൾ സെൽ അനീമിയ എന്ന ഡിസീസ് ആണെന്ന് എല്ലാവർക്കും ഓർമ്മ വരും നോർമലി. അപ്പൊ ചോദ്യം ഇതാണ്, ഐഡന്റിഫൈ ദ ഡിസീസ്. അപ്പൊ ആ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ സിമ്പിൾ ആയിട്ട് എഴുതും. ഇറ്റ് ഈസ് സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ നമ്മൾ എഴുതും. അപ്പൊ 1 മാർക്ക് കിട്ടിയ. ഇനി സെക്കൻഡ് ചോദ്യം നോക്കൂ. ഇൻ ദിസ് കണ്ടീഷൻ അതർ ബ്ലഡ് സെൽസ് ഡു നോട്ട് അണ്ടർഗോ സെയിം സ്ട്രക്ചറൽ ചേഞ്ച് ആസ് റെഡ് ബ്ലഡ് സെൽസ്. വൈ? ഈ ഒരു രോഗാവസ്ഥയിൽ നമ്മുടെ മറ്റു ബ്ലഡ് സെല്ലുകൾക്ക് ഈ ഷേപ്പ് വരാറില്ല, സിക്കിൾ ഷേപ്പ് വരാറില്ല. റെഡ് ബ്ലഡ് സെൽസിന് മാത്രമേ ഷേപ്പ് മാറാറുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ നമ്മളവിടെ പഠിച്ചു എന്താണ് സിക്കിൾ സെൽ അനീമിയക്ക് കാരണം. the defect of genes cause deformities in the sequencing of amino acids which are the building block of hemoglobin. അപ്പൊ ഹീമോഗ്ലോബിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആയ അമീനോ ആസിഡുകളുടെ അറേഞ്ച്മെന്റ്സിനെ കൺട്രോൾ ചെയ്യുന്ന ജീനുകൾക്കുണ്ടാകുന്ന ഡിഫക്റ്റ് ആണ് സിക്കിൾ സെൽ അനീമിയ കാരണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത് റെഡ് ബ്ലഡ് സെൽസിൽ മാത്രമാണ്. മറ്റു ബ്ലഡ് സെല്ലുകളിൽ ഹീമോഗ്ലോബിൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിന്റെ സ്ട്രക്ചറിൽ മാറ്റം വരുന്ന സമയത്ത് റെഡ് ബ്ലഡ് സെൽസ് മാത്രമേ സിക്കിൾ ഷേപ്പിലായി മാറുള്ളൂ, മറ്റു സെല്ലുകൾ മാറൂല. അപ്പൊ നമ്മൾ അവിടെ എഴുതേണ്ട ആൻസർ എന്താണ്? സിക്കിൾ സെൽ അനീമിയക്കുള്ള റീസൺ നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ച ആ പോയിന്റ്, ഡിഫക്ട് ഓഫ് ജീൻസ് കോസ് ഡിഫോർമിറ്റീസ് ഇൻ ദ സീക്വൻസിംഗ് ഓഫ് അമീനോ ആസിഡ്സ് which are the building block of hemoglobin. So the red blood cells bend like sickles. Other blood cells നെ അഫക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പൊ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ റിലേറ്റഡ് ടു സെൻസ് ഓഫ് വിഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. കാഴ്ചയുമായി ബന്ധപ്പെട്ട ഒരു ഇല്ലുസ്ട്രേഷൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം. ഇതും പലപ്പോഴും ഒരു പുതിയ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് തോന്നും. നമ്മൾ ഇതിനു മുമ്പുള്ള പരീക്ഷകളിലൊന്നും ടേം എക്സാംസിലൊന്നും കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. നോക്കാം. വൈ ഈസ് this type of image formed in the retina?
ഈ ടൈപ്പിലുള്ള ഇമേജ് റെറ്റിനയിൽ നമുക്കിവിടെ ചിത്രത്തിൽ നോക്കിയാൽ കാണാം. റെറ്റിനയിൽ കാണുന്ന ഇമേജ് നോക്കൂ. നമ്മൾ ശരിക്കും കാണുന്ന നമ്മുടെ ഓബ്ജക്റ്റ് ഇതാണ്, നമ്മുടെ ഇമേജ് ഇതാണ്. അപ്പൊ ഓബ്ജക്റ്റിന്റെ ഷേപ്പ് നോക്കൂ. ഓബ്ജക്റ്റ് വലിയ ഷേപ്പിലുള്ള ഒരു കപ്പാണ്. പക്ഷെ റെറ്റിനയിൽ ഉണ്ടായ ഇമേജ് നോക്കൂ, അത് തലകുത്തനെ തലകീഴായിട്ട് ഇൻവേർട്ട് ആയിട്ട് ചെറിയ സൈസിലുള്ള ഒരു ഇമേജ് ഉണ്ടായത്. നമുക്കറിയാം എന്തുകൊണ്ട് അവിടെ ആ ഷേപ്പ് വന്നു എന്ന് ചോദിച്ചാൽ ചോദ്യം നോക്ക്, വൈ ഈസ് ദിസ് ടൈപ്പ് ഓഫ് ഇമേജ് ഫോംഡ് ഇൻ ദ റെറ്റിന? റെറ്റിനയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇമേജ് ഉണ്ടായത്? കാരണം നമ്മുടെ ഐയിലെ നമ്മുടെ കണ്ണിലെ ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. അപ്പൊ കോൺവെക്സ് ലെൻസ് ഉണ്ടാക്കുന്ന ഇമേജുകൾ പൊതുവെ ഇൻവേർട്ട് ആയിരിക്കും, സ്മോൾ ആയിരിക്കും, റിയൽ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ശരിക്കും നമ്മളോട് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ വൈ ഈസ് ദിസ് ടൈപ്പ് ഓഫ് ഇമേജ് ഫോംഡ് ഇൻ ദ റെറ്റിന എന്ന് ചോദിച്ചാൽ, ബിക്കോസ് ദ കോൺവെക്സ് ലെൻസ് പ്രസന്റ് ഇൻ ദി ഐ ജനറേറ്റ്സ് എ റിയൽ ഇൻവേർട്ട് ആൻഡ് സ്മോൾ ഇമേജ് ഓൺ ദ റെറ്റിന. അതുകൊണ്ടാണ്, അതാണ് റീസൺ. ആ പോയിന്റ് ആണ് നിങ്ങളുടെ ഇതാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈവൻ ദോ സച്ച് ആൻ ഇമേജ് ഫോംഡ്, ഹൗ ക്യാൻ വി സീ ദ ഒബ്ജക്ട്സ് ഇൻ ഇറ്റ്സ് ട്രൂ ഫോം? അപ്പൊ ഇങ്ങനെ ഒരു ഇമേജ് നമ്മുടെ റെറ്റിനയിൽ ഉണ്ടായെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ശരിക്കുമുള്ള ഷേപ്പിലുള്ള ഒരു ഇമേജ് നമ്മൾ കാണുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവിടെ ആൻസർ സിമ്പിൾ ആണ്. കാരണം നമ്മുടെ ബ്രെയിനിലെ വിഷ്വൽ സെന്ററിലേക്കാണ് ഈ ഇമേജുമായി ബന്ധപ്പെട്ട ഇമ്പൾസ് പോണത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ വിഷൻ സെന്റർ, നമ്മുടെ ബ്രെയിനിലെ സെറിബ്രത്തിലെ വിഷൻ സെന്റർ ഈ വരുന്ന ഇമേജിനെ കറക്റ്റ് ഷേപ്പിലേക്ക് റീഫോം ചെയ്ത് നമുക്ക് ഒരു വിഷ്വൽ എഫക്ട് ഉണ്ടാക്കി തരുന്നു. അപ്പൊ അത് നമ്മുടെ ബ്രെയിനിന്റെ സ്പെഷ്യാലിറ്റി ആണ് എന്നാണ് നമ്മൾ അവിടെ എഴുതുന്നത്. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ, ഇറ്റ് ഈസ് എ സ്പെഷ്യാലിറ്റി ഓഫ് ദ ബ്രെയിൻ or the part of brain which controls the vision, maintains a proper image, and that thus we can see a real image as we see in the picture. പിക്ചറിൽ കാണുന്നത് മാത്രമല്ല ശരിക്കുമുള്ള ഒരു ഇമേജ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ സെറിബ്രത്തിന്റെ സ്പെഷ്യാലിറ്റി കൊണ്ടാണ്. അപ്പൊ വിഷ്വൽ സെന്റർ ഓഫ് ബ്രെയിൻ ആണ് ഈ പ്രോസസ്സിനെ ഈ ഒരു രൂപത്തിലാക്കി മാറ്റാൻ സഹായിച്ചത് എന്ന് നമുക്ക് അവിടെ ആൻസർ ചെയ്യാം. അപ്പൊ അതും ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു പാറ്റേണിൽ ക്വസ്റ്റ്യൻ ഇതിന് മുന്നേ ചോദിച്ചിട്ടില്ല. അപ്പൊ അതൊന്നും ശ്രദ്ധിച്ചു വെച്ചോ, നോട്ട് ചെയ്ത് വെച്ചോണം. ഈ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ, അനലൈസ് ദ ഗിവൺ ഇല്ലുസ്ട്രേഷൻ ഓഫ് ദി ഡിസീസസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. തന്നേക്കുന്ന ഡിസീസുകൾ അനലൈസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാം. നമുക്ക് ആ ചിത്രത്തിലേക്ക് നോക്കാം. നമുക്ക് സെന്ററിൽ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു പാർട്ടിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുള്ള ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ്, ഹെപ്പറ്റൈറ്റിസ്, മൊസൈക്ക് ഡിസീസ് ഇത് തന്നിട്ടുണ്ട്. ഇനി ലെഫ്റ്റ് സൈഡിലെ ബോക്സിലേക്ക് നോക്കുമ്പോൾ കോമൺ ഫീച്ചർ ഓഫ് ദ ഡിസീസ്, ഈ ഡിസീസുകളുടെ കോമൺ ഫീച്ചർ. ഇനി റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ പ്ലാന്റ് ഡിസീസ്, ഹ്യൂമൻ ഡിസീസ്. അപ്പൊ നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. കംപ്ലീറ്റ് ഓപ്ഷൻ വൺ കംപ്ലീറ്റ് ചെയ്യാൻ വേണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ അത് എഴുതുന്നതിന് 1 മാർക്കാണ്. അപ്പൊ ഓപ്ഷൻ 1 കംപ്ലീറ്റ് എങ്ങനെയാണ് നോക്കൂ. ഈ തന്നേക്കുന്ന 3 ഡിസീസുകളുടെയും കോമൺ ഫീച്ചർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ്, ഹെപ്പറ്റൈറ്റിസ്, മൊസൈക്ക്. നോക്കൂ, ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് നമ്മളെ കാറ്റിൽസിനെ ബാധിക്കുന്ന ഒരു വൈറൽ ഡിസീസ് ആണ്. ഹെപ്പറ്റൈറ്റിസ് മനുഷ്യനെ ബാധിക്കുന്ന ഒരു വൈറൽ ഡിസീസ് ആണ്. മൊസൈക്ക് ഡിസീസ് പ്ലാന്റ്സിനെ ബാധിക്കുന്ന ഒരു വൈറൽ ഡിസീസ്. അപ്പൊ ഈ 3നും കൂടിയുള്ള കോമൺ ഫീച്ചർ എന്താണ്? ദീസ് ആൾ ആർ വൈറൽ ഡിസീസസ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ 1 ഫിൽ ചെയ്യാൻ പറഞ്ഞാൽ വൈറൽ ഡിസീസസ് എന്ന് നമ്മൾ എഴുതും. വൈറൽ ഡിസീസസ്. അപ്പൊ വൈറൽ ഡിസീസ് എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് അവിടെ കിട്ടും. ഇനി അടുത്ത ചോദ്യം, പ്ലാന്റ് ഡിസീസ്. തന്നേക്കുന്നതിൽ പ്ലാന്റ് ഡിസീസ് ഏതാണെന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഏതാണ്? മൊസൈക്ക് ആണ് പ്ലാന്റ് ഡിസീസ്. ഓപ്ഷൻ ബി രണ്ടാമത്തെ സമം കംപ്ലീറ്റ്. ഓപ്ഷൻ 2, 3 ചൂസിങ് അപ്രോപ്രിയേറ്റ് 1 ഫ്രം ദി ഗിവൺ ഡിസീസസ്. തന്നേക്കുന്ന ഡിസീസിന് 2ഉം 3ഉം ഫിൽ ചെയ്യാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ പ്ലാന്റ് ഡിസീസ്, മൊസൈക്ക് എഴുതും. ഇനി ഹ്യൂമൻ ഡിസീസ് ചോദിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും, ഹെപ്പറ്റൈറ്റിസ്. ഇറ്റ് ഈസ് ഹെപ്പറ്റൈറ്റിസ്. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞ് 2 മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് 13ാമത്തെ ക്വസ്റ്റ്യൻ, അതായത് 2 മാർക്കിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 2 മാർക്ക് സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ പോസ്ചർ അഗൈൻസ്റ്റ് കളർ ഡിസ്ക്രിമിനേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അപ്പൊ തന്നേക്കുന്ന പോസ്ചർ കളർ ഡിസ്ക്രിമിനേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. കളർ ഡിഫറൻസ് ഈസ് ഡ്യൂ ടു ദ റൈസ് ഓർ ഫോൾ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് പിഗ്മെന്റ് ഇൻ ദ സ്കിൻ. നമ്മുടെ സ്കിന്നിലെ ഒരു പിഗ്മെന്റിന്റെ പ്രൊഡക്ഷനുള്ള അളവിലുള്ള റൈസ് ഓർ ഫോൾ, കൂടുതലോ കുറവോ ആണ് നമ്മുടെ സ്കിൻ കളർ മാറാനുള്ള കാരണം എന്ന് പറയും. ഇപ്പൊ സ്കിൻ കളർ ഈസ് നോട്ട് റേഷ്യൽ. അതൊരു നമ്മൾ പറഞ്ഞ ആൾക്കാർ നമ്മൾ വർഗ വിവേചനം നിറത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആൾക്കാരെ താഴ്ന്ന ആൾക്കാരിൽ നിന്നും മുതിർന്ന വലിയ ആൾക്കാർ എന്നൊക്കെയുള്ള രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബയോളജിക്കലി വി ആൾ ആർ ഓഫ് ദ സെയിം റേസ്. ബയോളജിക്കലി നമ്മളെല്ലാവരും ഒരേ കുലത്തിൽപ്പെട്ട മനുഷ്യ കുലത്തിൽപ്പെട്ട ആൾക്കാരാണ് എന്നാണ് ഈ പോസ്റ്റർ പറയുന്നത്. അപ്പൊ നമ്മൾ ചോദ്യത്തിലേക്ക് വരാം. നെയിം ദ പിഗ്മെന്റ് മെൻഷൻ ഇൻ ദ പോസ്റ്റർ. ഈ പോസ്റ്ററിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന പിഗ്മെന്റ് ഏതാണെന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് ഫ്രീ കിറ്റ് ആണ്. എന്ത് പറയാം നമുക്ക് അവിടെ? ഇറ്റ് ഈസ് മെലാനിൻ. മെലാനിൻ എന്ന പിഗ്മെന്റ് ആണ് നമ്മുടെ സ്കിൻ കളറിന് കാരണം. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 1 ആൻസർ മെലാനിൻ 1 മാർക്ക് കിട്ടി. ചോദ്യം നമ്പർ 2, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ റൈസ് ഓർ ഫോൾ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ദിസ് പിഗ്മെന്റ്.
എന്തുകൊണ്ടാണ് മെലാനിന്റെ അളവ് വ്യത്യാസം വരുന്നത്? സിമ്പിൾ. കാരണം എന്താണ്? നമ്മുടെ ബോഡിയിൽ ഈ മെലാനിൻ എന്ന് പറഞ്ഞ പിഗ്മെന്റ് പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനുകൾ ഉണ്ടാകുന്ന വേരിയേഷൻ ആണ്. അപ്പൊ ഈ ജീനുകളുടെ അലീൽസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, സ്കിൻ കളറിന് കാരണമായ, മെലാനിന്റെ പ്രൊഡക്ഷന് കാരണമായ ജീനുകളുടെ അലീൽസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് എന്തിന് കാരണം? സ്കിൻ കളർ ഡിഫറൻസ്. അപ്പൊ അവിടെ നമ്മൾ ആ ജീനിന്റെ അലീൽസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് റീസൺ എന്ന് എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക് കൂടെ കിട്ടി. അപ്പൊ 2 മാർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോ നമ്മുടെ 7 മുതൽ 13 വരെയുള്ള ക്വസ്റ്റ്യൻസ് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ അതിനകത്ത് നിങ്ങൾ 6 ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള 6 ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞു. ഇനി നമ്മളടുത്ത് 14 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയാൽ മതി. അപ്പൊ നോക്കാം, 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് 14th ക്വസ്റ്റ്യൻ. Choose any one of the evidence given below and explain how it substantiate evolution. 2 എവിഡൻസ് ഉണ്ട്. എവിഡൻസ് ഓഫ് എവല്യൂഷൻ എന്ന് പറഞ്ഞ് നമ്മൾ 4 പോയിന്റുകൾ പഠിച്ചു ലാസ്റ്റ് ചാപ്റ്ററിൽ. അപ്പൊ അതിൽ 2 ഉണ്ട്. നിങ്ങൾ ഇതിനകത്ത് ഒരെണ്ണം എഴുതിയാൽ മതി. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷൻ. അപ്പൊ ഓപ്ഷൻ എ പാലിയന്റോളജി തന്നിട്ടുണ്ട്. ഓപ്ഷൻ ബി ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി തന്നിട്ടുണ്ട്. അപ്പൊ അതില് പാലിയന്റോളജി നമുക്കറിയാം, സ്റ്റഡി ഓഫ് ഫോസിൽസ് ആണ് പാലിയന്റോളജി. അതുപോലെ ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി നമ്മൾ പഠിച്ചാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ആൻസർ ചെയ്താൽ മതി. ഇപ്പൊ സപ്പോസ് നിങ്ങൾ ഓപ്ഷൻ എ പാലിയന്റോളജിയാണ് ആൻസർ ചെയ്യുന്നതെങ്കിൽ നമ്മളവിടെ എന്ത് എഴുതും? നമ്മൾ ആ ഫോസിൽ സ്റ്റഡീസിന്റെ ലാസ്റ്റ് പറഞ്ഞ ഒരു കൺക്ലൂഷൻ ഇല്ലേ, 3 പോയിന്റ്സ്. പ്രിമിറ്റീവ് ഫോസിൽസ് ഹാവ് എ സിമ്പിൾ സ്ട്രക്ചർ, recently formed fossils have a complex structure, and certain fossils are the connecting link between different species എന്ന് പറഞ്ഞ 3 പോയിന്റ് പഠിച്ചില്ലേ? അതായത് ആദ്യമകാലത്തുണ്ടായിരുന്ന ഫോസിലുകൾ ലഘുഘടനയുള്ളവയായിരുന്നു. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അടുത്ത കാലത്തുണ്ടായ ഫോസിലുകൾ സങ്കീർണ ഘടനയുള്ളവയായിരുന്നു. ഇനി ചില ഫോസിലുകൾ ഡിഫറെന്റ് സ്പീഷീസുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലിങ്ക്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ എവല്യൂഷൻ തിയറിയും പറഞ്ഞത്. അപ്പൊ ഫോസിൽ സ്റ്റഡീസ് എവല്യൂഷൻ തിയറിയെ സപ്പോർട്ട് ചെയ്യുന്നതിന് പറയാൻ കാരണം ഈ 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ആ 3 സ്റ്റേറ്റ്മെന്റ്സ് എഴുതി കഴിഞ്ഞാൽ 3 മാർക്ക് കിട്ടും. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്താൽ നമ്മൾ പറഞ്ഞു, അവിടെ നമ്മൾ ബാക്ടീരിയൽ സെല്ലും ഹ്യൂമൻ സെല്ലും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരു 4 പോയിന്റ്സ് പറഞ്ഞില്ലേ? എന്തൊക്കെയാണ് സിമിലാരിറ്റീസ്? എൻസൈംസ് കൺട്രോൾ കെമിക്കൽ റിയാക്ഷൻസ്, എനർജി സ്റ്റോർഡ് ഇൻ ATP മോളിക്യൂൾസ്, ജീൻസ് ഡിറ്റർമൈൻ ഹെറിഡിറ്ററി ട്രേറ്റ്സ്, കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻ ആർ ദ ബേസിക് സബ്സ്റ്റൻസസ്. ഈ 4 സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾക്ക് അവിടെ എഴുതി വെക്കാം. ഇതാണ് ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി എവല്യൂഷൻ തിയറിയെ സപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ 2 ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി 3 മാർക്ക് കിട്ടാനായിട്ട്. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ അടുത്ത 15th ക്വസ്റ്റ്യൻ, 3 മാർക്കിന്റെ 2ാമത്തെ ക്വസ്റ്റ്യൻ, 15ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. Opinions of 3 students on protein synthesis is given below. Analyze it and answer the questions. അപ്പോ പ്രോട്ടീൻ സിന്തസിസുമായി ബന്ധപ്പെട്ട് നമ്മൾ ജനറ്റിക്സുമായി ബന്ധപ്പെട്ട ചാപ്റ്ററിൽ പഠിച്ചില്ലേ? അൺറാവലിംഗ് ജനറ്റിക് മിസ്റ്ററീസിൽ പ്രോട്ടീൻ സിന്തസിസ് അഥവാ ജീൻ ആക്ഷൻ എന്ന് പറഞ്ഞ ആ സെക്ഷനിൽ ഉള്ള അതുമായി ബന്ധപ്പെട്ട ടോപ്പിക് ആണ് തന്നേക്കുന്നത്. നോക്കാം. സ്റ്റുഡന്റ് 1ന്റെ ഒപ്പീനിയൻ: പ്രോട്ടീൻ സിന്തസിസ് ബിഗിൻസ് ഇൻ ദ സൈറ്റോപ്ലാസം ആൻഡ് എൻഡ്സ് ഇൻ ദ ന്യൂക്ലിയസ്. പ്രോട്ടീൻ നിർമ്മാണം സൈറ്റോപ്ലാസത്തിൽ ആരംഭിച്ചിട്ട് ന്യൂക്ലിയസിൽ അവസാനിക്കും എന്ന് പറയുന്നുണ്ട്. സ്റ്റുഡന്റ് 2ന്റെ ഒപ്പീനിയൻ നോക്കൂ. പ്രോട്ടീൻ സിന്തസിസ് ബിഗിൻസ് ഇൻ ദ ന്യൂക്ലിയസ് ആൻഡ് എൻഡ്സ് ഇൻ ദ സൈറ്റോപ്ലാസം. ന്യൂക്ലിയസ് സ്റ്റാർട്ട് ചെയ്തിട്ട് സൈറ്റോപ്ലാസത്തിൽ അവസാനിക്കും എന്ന് പറയുന്നു. സ്റ്റുഡന്റ് 3 പറയുന്നു, the entire process of protein synthesis take place in the nucleus. ഈ മുഴുവൻ പ്രോസസ്സും ന്യൂക്ലിയസിനകത്താണ് സംഭവിക്കുന്നത് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇത് കേട്ട് ഏതാണ് ശരിയെന്ന് തോന്നുന്നു? ഏത് സ്റ്റുഡന്റ് പറഞ്ഞാണ് ശരിയെന്ന് തോന്നുന്നു? നമുക്കറിയാം, സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും നമുക്ക്. കാരണം നമ്മൾ ആ പ്രോട്ടീൻ സിന്തസിസുമായി ബന്ധപ്പെട്ട 5 പോയിന്റുകൾ വ്യക്തമായിട്ട് അതിന്റെ ഓർഡറിൽ പഠിച്ചതാണ്. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞു, സ്റ്റുഡന്റ് 2 പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പ്രോട്ടീൻ സിന്തസിസ് begins in the nucleus and ends in the cytoplasm എന്നാണ്. അപ്പൊ ശരിയായ സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് സ്റ്റുഡന്റിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ചോദ്യം എന്താണ്? ഹൂസ് ഒപ്പീനിയൻ ഈസ് കറക്റ്റ്? നമ്മൾ പറഞ്ഞു സെക്കൻഡ് സ്റ്റുഡന്റ്. എക്സ്പ്ലെയിൻ വൈ, എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആ സ്റ്റേറ്റ്മെന്റുകൾ ഓർമ്മിച്ചിരിക്കുക. ഫസ്റ്റ് പോയിന്റ് എന്താണ്? mRNA forms from DNA. And mRNA reaches outside the nucleus. mRNA reaches ribosome. tRNA brings different kinds of amino acids ribosome. And last point, based on the information in mRNA, protein is synthesized by adding amino acids. നമുക്കറിയാം ന്യൂക്ലിയസിനകത്താണ് DNA ഇരിക്കുന്നത്. അപ്പൊ ന്യൂക്ലിയസിനകത്ത് നിന്ന് DNA-യിൽ നിന്നും mRNA ഫോം ചെയ്യുകയും അത് ന്യൂക്ലിയസിന്റെ പുറത്ത് സൈറ്റോപ്ലാസ്റ്റിലേക്ക് വരികയും അവിടെ നമ്മുടെ റൈബോസോം കാണപ്പെടുന്നത് സൈറ്റോപ്ലാസ്റ്റിലാണ്. സ്വാഭാവികമായിട്ട് റൈബോസോമിൽ വച്ചാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ പ്രോസസ് എൻഡ് ആകുന്നത് റൈബോസോമിലാണ്, അതായത് സൈറ്റോപ്ലാസ്റ്റിലാണ്. അപ്പൊ ന്യൂക്ലിയസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോസസ് എവിടെ അവസാനിക്കുന്നു? സൈറ്റോപ്ലാസ്റ്റിൽ അവസാനിക്കുന്നു. അതാണ് ആൻസർ. നിങ്ങൾ ആ പോയിന്റ്സ് കൃത്യമായിട്ട് അവിടെ ഓർഡറിൽ എഴുതി വെച്ചാൽ 3 മാർക്ക് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും.
ഓക്കെ അല്ലേ? ഇതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. മിക്കവാറും എല്ലാ പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുകളിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞ ജീൻ ആക്ഷനുമായി ബന്ധപ്പെട്ടത്. അപ്പൊ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മോഡൽ എക്സാമിന് മുന്നുള്ള റിവിഷൻ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് കറക്റ്റ് ആയിട്ട് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കാം 16ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ prepare a flow chart related to the sense of taste by selecting the appropriate information given in the box. തന്നേക്കുന്ന ബോക്സിൽ നിന്നും സെൻസ് ഓഫ് ടേസ്റ്റ്, രുചി അറിയുന്നതുമായി ബന്ധപ്പെട്ട പ്രോസസ്സുകൾ സെലക്ട് ചെയ്ത് അതിനെ ഓർഡറിലാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം ബോക്സിൽ എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ്സ് തന്നേക്കണം. നോക്കൂ. സ്റ്റിമുലേറ്റ്സ് ദ olfactory receptors. Substances responsible for taste dissolves in saliva. Impulses reach the cerebrum. Aromatic particles enter the nostrils, generate impulses and enter in the taste bud, experience taste, stimulates the chemoreceptors. Aromatic particles dissolves in the mucus. Impulses reach the cerebellum. നോക്കാം, ശ്രദ്ധിക്കാം. അപ്പൊ നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ്സ് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് ടേസ്റ്റ് ഡിറ്റക്ഷനുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ മാത്രമല്ല ഉള്ളത്, സ്മെൽ ഡിറ്റക്ഷനുമായി ബന്ധപ്പെട്ട പോയിന്റുകളും ഉണ്ട്. അപ്പൊ കുറച്ച് ടാസ്ക് ആണ്. ഇതിനകത്തുനിന്ന് ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യുന്ന പോയിന്റുകൾ മാത്രം സെലക്ട് ചെയ്ത് അതിന്റെ ഓർഡറിലാക്കിയാണ്. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ത് എഴുതും? നമുക്ക് ഫസ്റ്റ് പോയിന്റ് ആണ് സബ്സ്റ്റൻസസ് റെസ്പോൺസിബിൾ ഫോർ ടേസ്റ്റ് ഡിസോൾവ്സ് ഇൻ സലൈവ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കൂ. ഇതിനകത്ത് എൻ്റർ ഇൻ ദ ടേസ്റ്റ് ബഡ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? എൻ്റർ ഇൻ ദ ടേസ്റ്റ് ബഡ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റോ നോക്കാം. ഇതിനകത്ത് എന്ത് സംഭവിക്കുന്നു? സ്റ്റിമുലേറ്റ്സ് ദ കീമോറിസെപ്റ്റേഴ്സ്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 3 സ്റ്റിമുലേറ്റ്സ് ദ കീമോറിസെപ്റ്റേഴ്സ്. ഇനി എന്ത് സംഭവിക്കുന്നു? കീമോറിസെപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ആയാൽ എന്ത് സംഭവിക്കുന്നു? ഇമ്പൾസസ് aromatic particles generate impulses എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ജനറേറ്റ് ഇമ്പൾസസ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ജനറേറ്റ് ഇമ്പൾസസ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഇമ്പൾസ് ജനറേറ്റ് ചെയ്താൽ അതെന്ത് സംഭവിക്കുന്നു? അത് എങ്ങോട്ട് പോകുന്നു? സെറിബ്രത്തിലേക്ക് പോകുന്നു. ഇമ്പൾസസ് റീച്ച് ദ സെറിബ്രം. പോയിന്റ് നമ്പർ 5. ഇമ്പൾസസ് റീച്ച് ദ സെറിബ്രം. ആൻഡ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇവിടെ പറയാം എക്സ്പീരിയൻസ് ടേസ്റ്റ്. പോയിന്റ് നമ്പർ 6. അപ്പൊ ഈ 6 പോയിന്റുകൾ കൃത്യമായി അതിന്റെ ഓർഡറിലാക്കി എഴുതണം. അപ്പോൾ ടേസ്റ്റ് ഡിറ്റക്ഷനുമായി ബന്ധപ്പെട്ട ഫ്ലോ ചാർട്ട് കൃത്യമായി മനസ്സിലാക്കിയ ഒരാൾക്ക് ഈസി ആയിട്ട് ഈ ബോക്സിൽ നിന്നും പോയിന്റ്സ് സെലക്ട് ചെയ്യാനും അത് ഓർഡറിലാക്കി എഴുതാനും സാധിക്കും. വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. 17ാമത്തെ ചോദ്യം നോക്കാം. സം ഓഫ് ദ ഡിഫൻസ് മെക്കാനിസം ഇൻ പ്ലാന്റ്സ് ആർ ഗിവൺ ബിലോ. കുറച്ചധികം പ്ലാന്റ്സിന്റെ ഡിഫൻസ് മെക്കാനിസവുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകൾ തന്നിട്ടുണ്ട്. ഹൗ ഡു ഈച്ച് ഓഫ് ദം ഹെൽപ്പ് ഇൻ ഡിഫൻസ്? ഇത് ഓരോന്നും ഡിഫൻസ് എങ്ങനെ സഹായിക്കുന്നു എന്നാണ് നമുക്ക് നോക്കാം. പബ്ലിക് എക്സാമിന് നമ്മുടെ കഴിഞ്ഞ ഒരു 3 വർഷത്തെ പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായി കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പ്ലാന്റ്സിന്റെ ഡിഫൻസുമായി ബന്ധപ്പെട്ട ചോദ്യം. സാധാരണ അതൊരു ഫ്ലോ ചാർട്ട് ആയിട്ട് ഇല്ലുസ്ട്രേഷൻ, നമ്മുടെ ടെക്സ്റ്റിൽ ആ ഇല്ലുസ്ട്രേഷൻ വന്നിട്ട് അതിനകത്ത് വിട്ടുപോയ പോയിന്റുകൾ ഫില്ല് ചെയ്യാനാണ് ചോദിക്കുന്നത്. പക്ഷേ ഇന്ന് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ 3 പാർട്ടുകളും എങ്ങനെ ഡിഫൻസ് സഹായിക്കുന്നു നോക്കാം. ഓരോന്നായിട്ട് നമുക്ക് ആദ്യം പറയുന്നത് കാലോസ് ആണ്. അപ്പൊ കാലോസുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് പഠിച്ചു? കാലോസ് ഈസ് എ പോളിസാക്കറൈഡ് ഫോംഡ് ഇൻ ദ സെൽ വാൾ. നമ്മുടെ സെൽ വാളിൽ ഫോം ചെയ്യുന്ന ഒരു പോളിസാക്കറൈഡ് ആണ് കാലോസ്. ഓക്കെ, അപ്പൊ അതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് പ്രിവെന്റ്സ് ദ എൻട്രി ഓഫ് ജേംസ് വിച്ച് ഹാവ് ക്രോസ് ദ സെൽ വാൾ ത്രൂ സെൽ മെംബ്രെയിൻ. അതായത് സെൽ വാൾ ക്രോസ് ചെയ്ത ജേംസ് സെൽ മെംബ്രെയിൻ വഴി ക്രോസ് ചെയ്ത് പോവാതെ അതിനെ പ്രിവെന്റ് ചെയ്യുന്നത് കാലോസ് ആണ്. ഇറ്റ് ഇസ് എ പോളിസാക്കറൈഡ് ഫോംഡ് ഇൻ ദ സെൽ വാൾ. The germs that have crossed the cell wall are prevented from entering through cell membrane by this substance. അവിടെ 2 പോയിന്റ് നിങ്ങൾ എഴുതണം. ഇനി അടുത്ത് ക്യൂട്ടിക്കിൾ നോക്കൂ. സെക്കൻഡ് ക്യൂട്ടിക്കിളുമായി ബന്ധപ്പെട്ട നമ്മൾ വാക്സ് കവറിംഗ്. ക്യൂട്ടിക്കിൾ ഒരു വാക്സ് കവറിംഗ് ആണ്. ദാറ്റ് seen in the leaves. ഇലകളിൽ കാണപ്പെടുന്ന ഒരു വാക്സ് കവറിംഗ് ആണ്. that prevents the entry of germs through leaves. ലീവ്സിലൂടെയുള്ള ജേംസിന്റെ എൻട്രിയെ പ്രിവെന്റ് ചെയ്യുന്നു. അവിടെയും 2 പോയിന്റ് എഴുതണം. ക്യൂട്ടിക്കിൾ കഴിഞ്ഞു. ഇനി ബാർക്ക് പറയുമ്പോൾ എന്താണ്? ബാർക്ക് നമ്മൾ പുറന്തൊലി എന്ന് പറയുന്ന ഭാഗമാണ് ബാർക്ക്. എന്ത് ചെയ്യുന്നു? ഇറ്റ് പ്രൊട്ടക്ട്സ് ഇന്നർ സെൽസ് ഫ്രം ദ ഡയറക്റ്റ് കോണ്ടാക്ട് ഓഫ് പാത്തജൻസ്. രോഗാണുക്കളുടെ നേരിട്ടുള്ള ആക്രമണത്തിൽ നിന്നും ഉള്ളിലുള്ള കോശങ്ങളെ സംരക്ഷിക്കുന്നത് ബാർക്കാണ്. അപ്പൊ ടെക്സ്റ്റിൽ വ്യക്തമായിട്ട് തന്നിട്ടുള്ള 3 പോയിന്റുകളാണ് നിങ്ങൾ ഈ പറഞ്ഞ ഈ കാലോസുമായി ബന്ധപ്പെട്ടും ക്യൂട്ടിക്കിളുമായി ബന്ധപ്പെട്ടും ബാർക്കുമായി ബന്ധപ്പെട്ടും എഴുതേണ്ടത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ആൻസർ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 18ാമത്തെ ക്വസ്റ്റ്യൻ. അറേഞ്ച് കോളം ബി ആൻഡ് കോളം സി ഇൻ അക്കോർഡൻസ് വിത്ത് കോളം എ. കുറച്ച് പേർക്കെങ്കിലും ഈ ക്വസ്റ്റ്യൻ ഒന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാകും. കാരണം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. നമുക്ക് ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ആ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നോക്കാം നമുക്ക് എന്താണെന്ന്. ഫൈലേറിയാസിസ്, റിംഗ് വോം, മലേറിയ. എ കോളത്തിൽ ഡിസീസസ് ആണുള്ളത്. ബി കോളത്തിൽ അതിന്റെ പാത്തജന്റെ പേരാണുള്ളത്. പ്രോട്ടോസോവ, വൈറസ്, ഫംഗസ്, ഫൈലേറിയൽ വോം.
സി കോളത്തിൽ അതെങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നു, രോഗം എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് നോക്കൂ. ത്രൂ കോണ്ടാക്ട്, ത്രൂ ക്യൂലെക്സ് മസ്കിറ്റോ, ത്രൂ എയർ, ത്രൂ ഫീമെയിൽ അനോഫിലസ് മസ്കിറ്റോ. നോക്കാം എങ്ങനെ നമുക്ക് മാച്ച് ചെയ്ത് നോക്കാം. ഫൈലേറിയാസിന്റെ പാത്തോജന്റെ പേര് ആ ഓപ്ഷനിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും, ഫൈലേറിയൽ വോം. ശരിക്കും ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നില്ല. അത് കാരണം പലർക്കും മിസ്റ്റേക്ക്, ചില കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും. ചിലരൊക്കെ അത് കറക്റ്റ് ആയിട്ട് അവിടെ എഴുതിയിട്ടുണ്ടാവും ഫൈലേറിയൽ വോം എന്ന്, ചിലർ മാറ്റി എഴുതിയിട്ടുണ്ടാവും. അപ്പൊ എന്ത് തന്നെയാലും നമുക്ക് ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആയിരുന്നു അത്. ഇനി അടുത്ത സി കോളത്തിൽ നമുക്ക് നോക്കാം ഫൈലേറിയാസിസ് എങ്ങനെയാണ് സ്പ്രെഡ് ആകുന്നത്. ഏത് മസ്കിറ്റോയാണ് അവിടെ നമ്മൾ ക്യൂലെക്സ് മസ്കിറ്റോയാണ് ഫൈലേറിയാസിസ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ അങ്ങനെ മാച്ച് ചെയ്യും, ക്യൂലെക്സ് മസ്കിറ്റോ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കൂ, റിംഗ് വോം. റിംഗ് വോം ഉണ്ടാക്കുന്നത് ആരാണ്? ഫംഗസ് ആണ്. അപ്പൊ റിംഗ് വോം നമ്മൾ ഫംഗസുമായിട്ട് മാച്ച് ചെയ്യിപ്പിക്കും. ഇനി ഫംഗസ് അത് എങ്ങനെയാണ് ഈ രോഗം സ്പ്രെഡ് ചെയ്യുന്നത്? ത്രൂ കോണ്ടാക്ട് വഴിയാണ് റിംഗ് വോം, വട്ടച്ചൊറി എന്ന് പറയുന്ന ആ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത് കോണ്ടാക്റ്റിലൂടെയാണ്. ഇനി അടുത്ത തേർഡ് ഓപ്ഷൻ മലേറിയ നോക്കൂ. മലേറിയ ഉണ്ടാക്കുന്നത് പ്രോട്ടോസോവയാണെന്ന് നമുക്കറിയാം. ആ പ്രോട്ടോസോവ ഉണ്ടാക്കുന്ന മലേറിയയെ സ്പ്രെഡ് ചെയ്യുന്നത് ഫീമെയിൽ അനോഫിലസ് മസ്കിറ്റോസ് ആണ്. അപ്പൊ അത് നമ്മൾ മാച്ച് ചെയ്യും. അപ്പൊ ശരിക്കും നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾ ക്രോസ് ലൈൻസ് വരച്ച് ഒരു കാരണവശാലും മാച്ച് ചെയ്യരുത്. നിങ്ങൾ കൃത്യമായി ബോക്സസ് വരച്ച് ഈ കോളത്തിനുള്ളതിൽ നേരെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എഴുതണം. ഇപ്പൊ ഫൈലേറിയാസ് എന്ന ഈ കോളത്തിന് നേരെ നിങ്ങൾ ഇവിടെ എന്തെഴുതും? കറക്റ്റ് ഫൈലേറിയൽ വോം നിങ്ങൾ ഈ ലൈനിൽ എഴുതണം. അതുപോലെ ക്യൂലെക്സ് മസ്കിറ്റോ, ത്രൂ ക്യൂലെക്സ് മസ്കിറ്റോ സി ലൈനിൽ എഴുതണം. അപ്പൊ കൃത്യമായിട്ട് അത് പ്രോപ്പർ ആയിട്ട് നേരെ എഴുതി തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ക്രോസ് ബാർ വരച്ചിട്ട് ഒരിക്കലും മാച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ ഓക്കെയാണ്. 3 മാർക്കിന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. തന്നേക്കുന്ന ഇല്ലുസ്ട്രേഷൻ പരിശോധിച്ചിട്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാം. നോക്കാം 10ാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. നോക്കാം, എക്സാമ്പിൾസ് തന്നിട്ടുണ്ട് ഒരു സൈഡിലും, ഫംഗ്ഷൻ ഉണ്ട് റൈറ്റ് സൈഡിൽ. അപ്പൊ ലെഫ്റ്റ് സൈഡിലെ എക്സാമ്പിൾസ് ബോംബിക്കോൾ ഉണ്ട്, പിന്നെ 2 ഓപ്ഷൻസ് ബ്ലാങ്ക് ആണ്. റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ പറയുമ്പോൾ അട്രാക്ടിങ് മേറ്റ്സ് ഉണ്ട്, മറ്റ് 2 കോളംസ് ബ്ലാങ്ക് ആണ്. ചോദ്യം വിച്ച് കെമിക്കൽ ഈസ് ഇൻഡിക്കേറ്റഡ് ആസ് എക്സ്. ഇവിടെ സെന്ററിലുള്ള ബോക്സിൽ എക്സ് എന്നുണ്ട്. അപ്പൊ ഈ എക്സ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. എക്സ് എന്താണ്? എക്സ് ഫിറമോൺസ് ആണ് നമ്മൾ പറയും. എന്ത് പറയും? അപ്പൊ എക്സ് എന്ന് പറഞ്ഞ സാധനം എന്താണ്? ദിസ് ഇസ് ഫിറമോൺസ്. അപ്പൊ നമ്മളവിടെ ഫിറമോൺസ് എന്ന് എഴുതും. എക്സിന്റെ ആൻസർ എക്സ് ഫിറമോൺസ് ആണെന്ന് പറയും. ഇനി അടുത്താണ് ചോദ്യം ഫിൽ 1, 2, 3 and 4. 1, 2, 3, 4 എന്നുള്ള ഓപ്ഷൻസ് ഫിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കാം. അതായത് ഒന്നാമത്തെ ഓപ്ഷൻ എക്സാമ്പിൾസിലെ ബോക്സിലാണ് 1 ഉം 2 വരുന്നത്. അപ്പൊ ബോംബിക്കോൾ ഒരു എക്സാമ്പിൾ ആണ് ഫിറമോൺ. അപ്പൊ മറ്റ് 2 എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? നമുക്ക് ഏതൊക്കെ പറയാം? സിവറ്റോൺ പറയാം. സിവറ്റ് കാറ്റിന്റെ സിവറ്റോൺ പറയാം. പിന്നെ മസ്കോൺ പറയാം, മസ്ക് ഡിയറിന്റെ മസ്കോൺ പറയാം. അപ്പൊ 2 ഓപ്ഷൻസ് അവിടെ സിവറ്റോണും മസ്കോണും എഴുതാം. ഇനി 3ഉം 4ഉം അതിന്റെ ഫംഗ്ഷൻസ് ആണ്. അപ്പൊ അട്രാക്ടിങ് മേറ്റ്സ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ബാക്കി എന്തായാലും നമുക്ക് ഇൻഫോമിംഗ് ദ അവൈലബിലിറ്റി ഓഫ് ഫുഡ്, ആഹാരവുമായി ബന്ധപ്പെട്ട് സിഗ്നലിംഗ് കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ സിഗ്നലിംഗ് ഡേഞ്ചേഴ്സ്, അപകട സാധ്യതകൾ മുന്നറിയിപ്പ് നൽകാൻ സഹായിക്കുന്നു. അപ്പൊ 2 ഓപ്ഷൻസ് നമ്മൾ അവിടെ എഴുതി. അതിനകത്ത് വേറെ നമുക്ക് ഓപ്ഷൻസ് കുറച്ചധികം നമ്മൾ പഠിച്ചു. ഹണി ബീസ് ആൻഡ് ടെർമൈറ്റ്സ് ടു ലീവ് ഇൻ കോളനീസ് എന്നൊരു പോയിന്റ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഒരു 4-5 ഫംഗ്ഷൻ നമ്മൾ പഠിച്ചതിൽ 2 മാത്രം നിങ്ങൾ അവിടെ എഴുതിയാൽ മതി. അപ്പൊ അട്രാക്ടിങ് മേറ്റ്സിന്റെ കൂടെ നമുക്ക് സിഗ്നലിംഗ് ഡേഞ്ചേഴ്സ് എഴുതാം, ഇൻഫോം ദ അവൈലബിലിറ്റി ഓഫ് ഫുഡ് എഴുതാം. ഓക്കെ അല്ലേ? അത് സിമ്പിൾ ആയിട്ട് നമുക്ക് 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 3 മാർക്കിന്റെ സെക്ഷനിലും ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്ക്രീനിലേക്ക് നോക്കാം. അനലൈസ് ദ സ്റ്റെപ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഹ്യൂമൻ ഇൻസുലിൻ ത്രൂ ജനറ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിച്ച ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ ഇനി മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 7ാമത്തെ ചാപ്റ്ററിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ നോക്കാം. സ്റ്റെപ്പ് 1 കട്ടിംഗ് ഓഫ് ഇൻസുലിൻ ജീൻ ഫ്രം ഹ്യൂമൻ DNA. സ്റ്റെപ്പ് 2 ജോയിനിങ് ഇൻസുലിൻ ജീൻ വിത്ത് പ്ലാസ്മിഡ്. സ്റ്റെപ്പ് 3 പ്ലാസ്മിഡ് വിത്ത് ലിഗേറ്റഡ് ഇൻസുലിൻ ജീൻ ഈസ് ഇൻസർട്ടഡ് ഇൻ ടു ബാക്ടീരിയൽ സെൽ. ആൻഡ് സ്റ്റെപ്പ് 4 ബാക്ടീരിയ മൾട്ടിപ്ലൈ ഇൻ ദ കൾച്ചർ മീഡിയം. ഇത് 4 തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. സാധാരണ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണ്? ഇതിന്റെ ഓപ്ഷൻസ് നമുക്ക് ഈ പറഞ്ഞ സ്റ്റെപ്പുകൾ ഷഫിൾ ചെയ്ത് തന്നേക്കും, ഓർഡറിലാക്കി എഴുതാൻ ചോദിക്കും. പക്ഷേ ഇത്തവണ ചോദിച്ചത് അങ്ങനെയല്ല. ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് എന്താണെന്ന്. Which are the enzymes used in the step 1 and 2? 1ാമത്തെ സ്റ്റെപ്പിലും 2ാമത്തെ സ്റ്റെപ്പിലും ഉപയോഗിക്കുന്ന എൻസൈമുകളുടെ പേരാണ്. നോക്കാം. 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. 1ാമത്തെ സ്റ്റെപ്പ് ജോയിനിങ് ഇൻസുലിൻ ജീൻ, കട്ടിംഗ് ഇൻസുലിൻ ജീൻ ഫ്രം ഹ്യൂമൻ DNA. ഹ്യൂമൻ DNAയിൽ നിന്നും ഇൻസുലിൻ ജീനെ കട്ട് ചെയ്തെടുക്കുന്നു. കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എൻസൈം ഏതാണെന്ന് നമുക്കറിയാം. ഇറ്റ് ഇസ് ജനറ്റിക് സിസ്റ്റർ എന്ന് പറയും. എക്സാമ്പിൾ പഠിച്ചു നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. അപ്പൊ അതിന്റെ ആൻസർ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്നാണ്. ബ്രാക്കറ്റിൽ ജനറ്റിക് സിസ്റ്റർ എന്ന് എഴുതാം. ഓക്കെ. ഇനി 2ാമത്തെ സ്റ്റെപ്പ് നോക്കൂ. ജോയിനിങ് ദ ഇൻസുലിൻ ജീൻ വിത്ത് പ്ലാസ്മിഡ്. ഇൻസുലിൻ ജീനെ പ്ലാസ്മിഡുമായിട്ട് കൂട്ടിച്ചേർക്കാനായിട്ട് ഉപയോഗിക്കുന്ന എൻസൈംസ് ഏതാ? അത് ജനറ്റിക് ഗ്ലൂ ആണ്. അപ്പൊ അവിടെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചു ലിഗേഴ്സ്. അപ്പൊ ആൻസർ നിങ്ങൾ ലിഗേഴ്സ് എന്ന് എഴുതും, ബ്രാക്കറ്റിൽ ജനറ്റിക് ഗ്ലൂ എന്ന് എഴുതും. അപ്പൊ ആ ക്വസ്റ്റിന്റെ ആൻസർ ഓക്കെ.
ഇനി അടുത്ത് ബി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ റോൾ ഓഫ് പ്ലാസ്മിഡ് ഇൻ ദിസ് പ്രോസസ്? ഈ പ്രോസസ്സിൽ പ്ലാസ്മിഡിന്റെ റോൾ. അപ്പൊ പ്ലാസ്മിഡ് എന്താണ് ചെയ്യുന്നത്? പ്ലാസ്മിഡ് ആക്ട് ആസ് എ വെക്ടർ ദാറ്റ് ക്യാരി ജീൻ ഫ്രം വൺ സെൽ ടു അനദർ. ഒരു സെല്ലിൽ നിന്ന് ജീൻ മറ്റൊരു സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന വെക്ടർ ആയിട്ടാണ് ആ ഒരു പ്ലാസ്മിഡ് ആക്ട് ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, അപ്പൊ അതാണ് ആൻസർ. എന്താണ് ആൻസർ പറഞ്ഞത്? വാട്ട് ഈസ് ദ റോൾ ഓഫ് പ്ലാസ്മിഡ് ചോദിച്ചാൽ പ്ലാസ്മിഡ് ആക്ട് ആസ് എ വെക്ടർ ദാറ്റ് ക്യാരി ജീൻ ഫ്രം വൺ സെൽ ടു അനദർ. ഇനി ഓപ്ഷൻ സി നോക്കാം. സോറി, ക്വസ്റ്റ്യൻ നമ്പർ സി നോക്കാം. Whether the succeeding generation of this bacterium have the ability to produce insulin. Why? അപ്പൊ ഇതിന്റെ തുടർന്ന് വരുന്ന ജനറേഷൻ, നമ്മൾ ഇപ്പൊ ഉണ്ടാക്കിയ ഇൻസുലിൻ ബാക്ടീരിയയുടെ ഇനി വരുന്ന ജനറേഷൻസിന് ഇൻസുലിൻ ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. പറ്റുമോ? പറ്റും. വൈ എന്ന് ചോദിച്ചാൽ എന്താ കാരണം? നമ്മൾ ആ ബാക്ടീരിയയുടെ ജനറ്റിക് സ്ട്രക്ചറിലാണ് മാറ്റം വരുന്നത്. ആ ബാക്ടീരിയയുടെ DNA-യിൽ നമ്മൾ ഇൻസുലിൻ ജീനെ ആഡ് ചെയ്തു ചേർത്തു. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ജനറ്റിക് സ്ട്രക്ചറിൽ മാറ്റം വന്നത് കാരണം ഈ പറഞ്ഞ വേരിയേഷൻ അതിന്റെ അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നമ്മൾ ജനറ്റിക് വേരിയേഷൻസ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പഠിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ബാക്ടീരിയയുടെ സക്സീഡിങ് ജനറേഷൻസിന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് കിട്ടും. അതാണ് അവിടെ ആൻസർ. അപ്പോൾ ജനറ്റിക് മോഡിഫിക്കേഷൻസ് ഓർ ജനറ്റിക് വേരിയേഷൻസ് ഇൻഹെറിറ്റ്സ് ത്രൂ നെക്സ്റ്റ് ജനറേഷൻ. സോ സ്വാഭാവികമായിട്ടും the next generation bacteria will also produce insulin എന്ന് നമുക്ക് അവിടെ കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന്റെ സെക്ഷൻ അവിടെ കഴിഞ്ഞു. ഇനി നമ്മുടെ അവസാനത്തെ സെക്ഷൻ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്ന സെക്ഷനാണ്. 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. അതിൽ ഒരു ക്വസ്റ്റ്യൻ പിക്ചർ വരയ്ക്കാനുള്ളതാണ്. നോക്കാം നമുക്ക് 21ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ എനി 2 ഫ്രം 21 to 23, 4 മാർക്സ് ഈച്ച്. അപ്പൊ അതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 21ാമത്തെ ക്വസ്റ്റ്യൻ. അനലൈസ് ദ ടേബിൾ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഒരു ടേബിൾ തന്നിട്ടുണ്ട്. പേഴ്സൺ, ബ്ലഡ് ഗ്രൂപ്പ്, ആന്റിജൻ, ആന്റിബോഡി. അപ്പൊ ഇവിടെ രണ്ട് ആൾക്കാരാണ്. എക്സ് വൈ എന്നുള്ള 2 പേഴ്സൺസും അവരുടെ ബ്ലഡ് ഗ്രൂപ്പും ആന്റിജൻസും ആന്റിബോഡിയാണ്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫിൽ 1, 2, 3 and 4. തന്നേക്കുന്ന 1, 2, 3, 4 ഫിൽ ചെയ്യാം. നമുക്ക് ആദ്യം അത് ചെയ്യാം. നോക്കാം എങ്ങനെ നോക്കാം. പേഴ്സൺ എക്സ് ആണ്. അയാളുടെ ബ്ലഡ് ഗ്രൂപ്പിന്റെ പേര് തന്നിട്ടില്ല, പക്ഷെ ആന്റിജൻസിന്റെ പേര് തന്നിട്ടുണ്ട്. അപ്പൊ ആന്റിജൻസിന്റെ പേരിൽ നിന്ന് നമുക്ക് എങ്ങനെ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ സാധിക്കും? നോക്കുക, അയാളുടെ ബ്ലഡിൽ ആന്റിജൻ ബി ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് ബി എന്ന് നമ്മൾ എഴുതും. ഇനി അവിടെ RH ഫാക്ടർ ഉണ്ടോ? ആന്റിജൻ ഡി ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ആന്റിജൻ ഉണ്ടെങ്കിൽ ഡി ഉണ്ടെങ്കിൽ ബി പോസിറ്റീവ്. അപ്പൊ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവ് എന്ന് നമ്മൾ എഴുതും. ബി പോസിറ്റീവ് ആണ് ബ്ലഡ് ഗ്രൂപ്പ്. അപ്പം ഓപ്ഷൻ 1 നമ്മൾ ഫിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കൂ, ആന്റിബോഡീസ്. നമുക്കറിയാം ബി ബ്ലഡ് ഗ്രൂപ്പിലെ ആന്റിബോഡി എ ആണ്. ബി ബ്ലഡ് ഗ്രൂപ്പിലെ ആന്റിബോഡി എ ആണ്. അപ്പൊ 2 നമ്മൾ ഫിൽ ചെയ്തു. ഇനി അടുത്ത് വൈ എന്ന് പറഞ്ഞ പേഴ്സന്റെ ബ്ലഡ് ഗ്രൂപ്പ് തന്നിട്ടുണ്ട്. O നെഗറ്റീവ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അയാളുടെ ആന്റിജൻസിന്റെ പേര് നമുക്ക് എഴുതണം. അപ്പൊ O ഗ്രൂപ്പിലാണെങ്കിൽ ആന്റിജൻ എയും ഇല്ല ബിയും ഇല്ല നമുക്കറിയാം. അപ്പൊ അവിടെ ആന്റിജൻ നില്ലാണ്. ഇനി RH ഫാക്ടർ ഉണ്ടോ? ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും RH ഫാക്ടർ ഇല്ല. അപ്പൊ ഇവിടുത്തെ ആന്റിജൻസിന്റെ അവിടെ നമ്മൾ എന്ത് എഴുതും? നിൽ എന്ന് എഴുതും. ആന്റിജൻസ് ഇല്ല എന്ന് പറഞ്ഞു എഴുതും. ഇനി അടുത്ത ആന്റിബോഡിയോ? സ്വാഭാവികമായിട്ടും ആന്റിജൻസ് ഒന്നും ഇല്ലാത്തത് കാരണം ആന്റിബോഡീസ് 2ഉം പ്രസന്റ് ആയിരിക്കും. ആന്റിബോഡി A,B 2ഉം ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. 1, 2, 3 and 4 നമ്മൾ ഫിൽ ചെയ്തു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ക്യാൻ പേഴ്സൺ വൈ റിസീവ് ബ്ലഡ് ഫ്രം എക്സ്? അതായത് വൈ എന്ന് പറഞ്ഞ ആൾക്ക് എക്സ് എന്ന് പറഞ്ഞ ആളുടെ ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുമോ? വൈ എന്ന് പറഞ്ഞ ആളുടെ ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവ് ആണ്. അയാൾക്ക് ബി പോസിറ്റീവ് റിസീവ് ചെയ്യാൻ പറ്റുമോ? സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു വലിയ നോ പറയാൻ പറ്റും, കാരണം റിസീവ് ചെയ്യാൻ പറ്റില്ല. ഇനി അപ്പൊ ചോദിച്ചു വൈ. അപ്പൊ നമ്മൾ ആദ്യം എഴുതുന്നത് ക്യാൻ പേഴ്സൺ വൈ റിസീവ് ബ്ലഡ് ഫ്രം എക്സ് ചോദിച്ചാൽ അവിടെ നോ എന്ന് എഴുതണം. നോ എന്ന് നിർബന്ധമായിട്ട് എഴുതണം. അതിന് മാർക്കുണ്ട്. നോ എന്ന് എഴുതുക. ഇനി അവിടെ റീസൺ എന്ത് എഴുതും? നമ്മള് റീസൺ പറഞ്ഞു നമ്മള് എന്തുകൊണ്ട് നമുക്ക് ബി എന്ന് പറയുന്ന വൈ എന്ന് പറയുന്ന ആൾക്ക് എക്സ് എന്ന് പറയുന്ന ആളിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ, കാരണം നമ്മൾ പറഞ്ഞു when a foreign antigen reaches one's blood it stimulates the defense mechanism നമ്മൾ പഠിച്ചു. അപ്പോ അത് സംഭവിക്കുക അവിടെ as a result of this the antibody present in the recipient blood and the antigen present in the donor's blood will react each other. അതായത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളുടെ ബ്ലഡിലെ ആന്റിജനും റിസീവ് ചെയ്യുന്ന ആളുടെ ബ്ലഡിലെ ആന്റിബോഡിയും നമ്മൾ റിയാക്ട് ചെയ്തിട്ട് അഗ്ലൂട്ടിനേഷൻ അഥവാ ബ്ലഡ് ക്ലോട്ടിങ് സംഭവിക്കും. അതുകൊണ്ട് റിസീവ് ചെയ്യുന്ന ആളുടെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ വൈ എന്ന് പറഞ്ഞ ആളുടെ ബ്ലഡ് O നെഗറ്റീവ് ആണ്. സ്വാഭാവികമായിട്ടും O നെഗറ്റീവിൽ നമ്മുടെ ആന്റിബോഡീസ് എയും ബിയും ഉണ്ട്. അപ്പൊ ഈ ആന്റിബോഡീസ് ഈ പറഞ്ഞ വൈ എന്ന് പറഞ്ഞ ആളുടെ ബ്ലഡിലെ ആന്റിബോഡീസ് എക്സ് എന്ന് പറഞ്ഞ ആളുടെ ബ്ലഡിലെ ആന്റിജൻ ആയ ബിയുമായിട്ടും ഡിയുമായിട്ടും റിയാക്ട് ചെയ്യും. ഇവർ 2 പേരും തമ്മിൽ റിയാക്ട് ചെയ്യും.
ഇത് രണ്ടും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? അവിടെ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും വൈക്ക് എക്സുടെ ബ്ലഡ് റിസീവ് ചെയ്യാൻ സാധിക്കില്ല എന്ന് നമുക്ക് ആൻസർ കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതൊരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സ്വാഭാവികമായിട്ടും ആ ബ്ലഡ് ഗ്രൂപ്പിംഗിന്റെ സെഷനിൽ ചോദിക്കുന്ന ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. വൈ എവരി വൺ കനോട്ട് റിസീവ് ബ്ലഡ് ഫ്രം ഓൾ ബ്ലഡ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ടെക്സ്റ്റ് പഠിച്ചു. ആ ആൻസർ തന്നെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ക്ലിയർ? അപ്പൊ 4 മാർക്ക് നമുക്ക് ആ സെക്ഷനിൽ നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ 22nd ക്വസ്റ്റ്യൻ ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. പിക്ചർ വരച്ചിട്ട് അതിന്റെ പാർട്സ് ലേബൽ ചെയ്യാൻ. അപ്പൊ നോക്കാം, നമുക്കിവിടെ ബ്രെയിനിന്റെ പിക്ചർ ആണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബ്രെയിനിന്റെ. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? റീഡ്രാ ദ ഡയഗ്രാം, ഐഡന്റിഫൈ ആൻഡ് ലേബൽ ദ പാർട്സ് മെൻഷൻഡ് ഹിയർ. ഈ പിക്ചർ നിങ്ങൾ റീഡ്രാ ചെയ്തിട്ട് ലേബൽ ചെയ്യണം. പാർട്സ് ഐഡന്റിഫൈ ചെയ്ത് ലേബൽ ചെയ്യണം. നോക്കൂ, റീഡ്രാ ദ ഡയഗ്രാം. നോക്കൂ, ശ്രദ്ധിക്കും, നിങ്ങൾ റീഡ്രാ ദ ഡയഗ്രത്തിന് 1 മാർക്കുണ്ട്. ആ പിക്ചർ നിങ്ങൾ ഭംഗിയായിട്ടൊന്ന് വരച്ചു വെച്ചാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ഇനി ബാക്കിയുള്ള 3 മാർക്ക് ഈ പാർട്സ് നിങ്ങൾ നെയിം എഴുതി ലേബൽ ചെയ്യണം. നോക്കൂ, പാർട്ട് ദാറ്റ് കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ഷൻസ്. ഇൻവോളണ്ടറി ആക്ഷൻസ് കൺട്രോൾ ചെയ്യുന്ന പാർട്ട് ഏതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഇറ്റ്സ് മെഡുല ഒബ്ലോങ്കേറ്റ. അപ്പൊ നമ്മൾ പിക്ചറിൽ ഈ കാണുന്ന പാർട്ടാണ് നമ്മുടെ മെഡുല ഒബ്ലോങ്കേറ്റ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് എഴുതും? ഇവിടെ നിങ്ങൾ എ എന്ന് എഴുതി മെഡുല ഒബ്ലോങ്കേറ്റ എന്ന് മെഡുല ഒബ്ലോങ്കേറ്റ എന്ന് എഴുതും. മെഡുല ഒബ്ലോങ്കേറ്റ എന്ന് നിങ്ങൾ എഴുതും. മെഡുല ഒബ്ലോങ്കേറ്റ എന്ന് എഴുതും. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ, പാർട്ട് ദാറ്റ് ഇവോക്ക് സെൻസേഷൻസ് ഉണ്ടാക്കുന്ന പാർട്ട് ഏതാ? അത് നമ്മുടെ സെറിബ്രം ആണ്. അപ്പൊ സെറിബ്രം നമ്മൾ എവിടെ മാർക്ക് ചെയ്യും? ഈ പിക്ചറിൽ ഈ ഭാഗത്ത് എവിടെ വേണം നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം? ബി എന്ന് നിങ്ങൾ എഴുതും. അവിടെ എന്തെഴുതും? സെറിബ്രം എന്ന് എഴുതും. സെറിബ്രം. ഇനി അടുത്ത സി എന്താണ്? പാർട്ട് ദാറ്റ് റിസീവ്സ് ഇമ്പൾസസ് ഫ്രം ദ വെസ്റ്റിബുലാർ നെർവ്. യെസ്, അതൊരു ഇൻഡയറക്ട് ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, വെസ്റ്റിബുലാർ നെർവിൽ നിന്നും ഇമ്പൾസുകളെ എത്തിക്കുന്ന ഭാഗം, മീൻസ് വെസ്റ്റിബുലാർ നെർവിൽ നിന്നുള്ള ഇമ്പൾസുകൾ എത്തിച്ചേരുന്ന ഭാഗം. നമുക്കറിയാം, ഇന്റേണൽ ഇയറിൽ ഒരു പാർട്ടാണ് വെസ്റ്റിബൂൾ എന്ന് പറയുന്നത്. അപ്പൊ ആ വെസ്റ്റിബൂളിൽ നിന്നുള്ള നെർവാണ് വെസ്റ്റിബുലാർ നെർവ്. ആ വെസ്റ്റിബുലാർ നെർവ് വഴി വരുന്ന ഇമ്പൾസുകൾ ബോഡി ബാലൻസിങ്ങുമായി ബന്ധപ്പെട്ട ഇമ്പൾസുകളാണ്, അല്ലെ? അപ്പൊ അത് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ബോഡി ഇയർ ആൻഡ് ബോഡി ബാലൻസിങ്ങുമായി ബന്ധപ്പെട്ട പ്രോസസ് അറിയാവുന്ന ഒരാൾക്കേ ഇത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ബോഡി ബാലൻസിങ്ങിന് സഹായിക്കുന്ന ഒരു പാർട്ട് നമ്മുടെ ബ്രെയിനിലുണ്ട്. അതേതാണ്? സെറിബെല്ലം ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഓപ്ഷൻ സിയുടെ ആൻസർ വരുന്നത് സി. ഏതാണ്? സെറിബെല്ലം. നമ്മൾ സെറിബെല്ലം ഇവിടെ മാർക്ക് ചെയ്യും. ഇതാണ് പിക്ചർ. ഇപ്പൊ സാധാരണ ടിപ്പിക്കലി ചോദിക്കുന്ന ഒരു രീതിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ സി ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇതുപോലെ നമുക്ക് ഐബോൾ, നമ്മളെ കാഴ്ചയുമായി ബന്ധപ്പെട്ട ഇമ്പൾസുകൾ വരുന്ന പാർട്ട് ചോദിച്ചാൽ സെറിബ്രം എന്ന് നമ്മൾ എഴുതും. കാരണം സെന്റർ ഓഫ് വിഷൻ അഥവാ ഇവോക്ക് സെൻസേഷൻസ് എന്ന് പറയുന്ന പാർട്ട് സെറിബ്രമാണ്. അപ്പം അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാം അടുത്ത പരീക്ഷകൾക്ക്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ 3 പാർട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ 4 മാർക്ക് ഉറപ്പിക്കാൻ സാധിക്കും എളുപ്പത്തിൽ ഈ പിക്ചറിൽ നിന്നും. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 4 മാർക്കിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. Observe the illustration showing hormone action in cell X and Y and answer the question. അപ്പോൾ നിങ്ങൾക്ക് 2 സെല്ല് കാണാം. X എന്നൊരു സെല്ലുണ്ട്, Y എന്നൊരു സെല്ലുണ്ട്. ഈ 2 സെല്ലിൽ നടക്കുന്ന ഹോർമോൺ ആക്ഷൻ ആണ് പിക്ചർ തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് പിക്ചറിൽ ഹോർമോൺസ് കാണാം, റിസപ്റ്റർ കാണാം, സെല്ല് കാണാം. 3 പാർട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ചോദ്യം ഇതാണ്, നോക്കൂ. ഐഡന്റിഫൈ ദ ടാർഗറ്റ് സെൽ ഓഫ് ദ ഹോർമോൺ ഇൻഡിക്കേറ്റഡ്. ഇതിനകത്ത് ഹോർമോൺ, ഇവിടെ ഹോർമോണിന്റെ പിക്ചർ ഉണ്ട്. കണ്ടോ നിങ്ങൾ? ഇതാണ് നമ്മുടെ ഹോർമോൺ. അപ്പൊ ഈ ഹോർമോണിന്റെ പിക്ചർ, ഈ ഹോർമോൺ എവിടെയാണ്, ഈ ഹോർമോൺ ഏത് സെല്ലിലാണ് ആക്ട് ചെയ്യുന്നത്? നമുക്ക് പഠിച്ചു, നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചു. ഓരോ ഹോർമോണുകളെയും റിസീവ് ചെയ്യാൻ കഴിവുള്ള പർട്ടിക്കുലർ റിസപ്റ്റേഴ്സ് ഉള്ള സെല്ലിൽ മാത്രമേ ആ ഹോർമോൺസ് ആക്ട് ചെയ്യുള്ളൂ. അപ്പൊ ആ സെല്ലുകൾ, ആ ഹോർമോണുകൾക്ക് പർട്ടിക്കുലർ റിസപ്റ്റർ സെല്ലിനാണ് നമ്മൾ അതിന്റെ ടാർഗറ്റ് സെൽ, ലക്ഷ്യകോശം എന്ന് പറയുന്നത്. ഇവിടെ ഈ ഷേപ്പ്, നിങ്ങൾ ആ ഹോർമോണിന്റെ ഷേപ്പ് നോക്കുക. അതിന്റെ ഷേപ്പ് വരുന്നതാണ് ഈ ഒരു ഒരു കൂർത്ത ഷേപ്പാണ്. അപ്പൊ ഈ ഷേപ്പിൽ വരുന്ന ഹോർമോണിനെ റിസീവ് ചെയ്യാൻ കഴിവുള്ള റിസപ്റ്റർ ഈ റിസപ്റ്റർക്ക് പറ്റുമോ? ഈ കാണുന്ന റിസപ്റ്ററിന് പറ്റുമോ? ഇല്ല. അപ്പൊ ഇതല്ല ആൻസർ. അപ്പൊ ഈ ഈ ഹോർമോൺ റിസീവ് ചെയ്യുന്നത് നമ്മുടെ ഈ റിസപ്റ്റേഴ്സ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആൻസർ ഏതാണ്? ഏത് സെല്ലാണ്? എക്സ് എന്ന് പറഞ്ഞ സെല്ലാണ് ഈ ഹോർമോണിന്റെ ടാർഗറ്റ് സെൽ. ഈ കാണുന്ന ഹോർമോണിന്റെ ടാർഗറ്റ് സെല്ല് എക്സ് ആണ്. അപ്പൊ ആൻസർ ഏതാണ്? എക്സ്. ഐഡന്റിഫൈ ദ ടാർഗറ്റ് സെൽ ഓഫ് ദ ഹോർമോൺ ഇൻഡിക്കേറ്റഡ് എക്സ്. ഇനി വൈ എന്നൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ബിക്കോസ് എക്സ് എന്ന് പറഞ്ഞ സെൽ കണ്ടെയ്ൻസ് ദ പർട്ടിക്കുലർ റിസപ്റ്റർ ദാറ്റ് ക്യാൻ റിസീവ് ദിസ് മെൻഷൻഡ് ഹോർമോൺ. ഈ മെൻഷൻഡ് ഹോർമോണിനെ റിസീവ് ചെയ്യാൻ സഹായിക്കുന്ന റിസപ്റ്റേഴ്സ് ഉള്ളത് എക്സ് എന്ന സെല്ലിൽ മാത്രമാണ്. സോ ആ സെല്ലിന് മാത്രമേ ഹോർമോൺ റിസീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡു ഹോർമോൺസ് ചേഞ്ച് സെല്ലുലർ ആക്ടിവിറ്റീസ്? എങ്ങനെയാണ് ഹോർമോണുകൾ സെല്ലുലർ ആക്ടിവിറ്റീസിനെ ചേഞ്ച് ചെയ്യണത്? എങ്ങനെയായിരിക്കും? നോക്കൂ, നമുക്കറിയാം, ഈ ഹോർമോണുകൾ അതിന്റെ ടാർഗറ്റ് സെല്ലിൽ പോയി കഴിഞ്ഞാൽ ഈ ടാർഗറ്റ് സെല്ലിൽ വെച്ചിട്ട് ഈ ഹോർമോൺസും റിസപ്റ്ററും കൂടി ചേർന്നിട്ടുള്ള ഈ സാധനം, ഇത് നമ്മൾ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് എന്ന് പറയും. നമ്മൾ ഹോർമോൺ
റിസപ്റ്റർ കോംപ്ലക്സ്. അപ്പൊ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യുകയും ഈ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടായി കഴിയുമ്പോൾ ആ സെല്ലിനുള്ളിലെ എൻസൈംസ് ആക്ടിവേറ്റ് ആവുകയും അങ്ങനെ സെല്ലിന്റെ ഫംഗ്ഷനിങ്ങിൽ മാറ്റം വരികയും ചെയ്യുന്നു. അപ്പൊ അവിടെ നിങ്ങൾ എഴുതേണ്ട പോയിന്റിൽ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സിന്റെ ഫോർമേഷൻ മസ്റ്റ് ആയിട്ടും ഉണ്ടാവണം. അപ്പോൾ how do hormones change cellular activity ചോദിച്ചാൽ when the hormones reaches their target cell it combines with the receptor present in the cell and form a hormone receptor complex. As a result of this the enzymes inside the cell get activated and it causes a change in the cellular activities. ഓക്കെ എന്ന് നമ്മൾ അവിടെ ആൻസർ ചെയ്തു. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് ഹൈപ്പോതലാമസ് ഇൻ റെഗുലേറ്റിംഗ് ദ പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺസ്? അപ്പൊ ഹോർമോണുകളുടെ പ്രൊഡക്ഷൻ റെഗുലേറ്റ് ചെയ്യുന്നതിൽ ഹൈപ്പോതലാമസിന്റെ റോൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഹൈപ്പോതലാമസ് ദ പ്രൈം കൺട്രോളർ എന്ന് പറഞ്ഞ് പഠിച്ചു. എങ്ങനെയാണ് ഹൈപ്പോതലാമസ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നത്? അവിടെ രണ്ട് ഹോർമോണുകളെ കുറിച്ച് നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യണം. ഒന്ന് റിലീസിങ് ഹോർമോണും പിന്നെ ഒന്ന് ഇൻഹിബിറ്ററി ഹോർമോണും. ഈ രണ്ട് ഹോർമോണുകൾ നമ്മുടെ ബോഡിയിലെ എല്ലാ എൻഡോക്രൈൻ ഗ്ലാൻഡുകളെയും കൺട്രോൾ ചെയ്യാൻ കഴിവുണ്ട്. അപ്പൊ ഈ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റിലീസിങ് ഹോർമോണുകളും ഇൻഹിബിറ്ററി ഹോർമോണുകളും പിറ്റ്യൂട്ടറിയുടെ ആന്റീരിയർ ലോബിലേക്ക് വരികയും അത് ആന്റീരിയർ ലോബിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അതിന്റെ ഹോർമോൺ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്നു. ഇപ്പോൾ റിലീസിങ് ഹോർമോൺസ് വന്നിട്ട് പിറ്റ്യൂട്ടറിയുടെ ആന്റീരിയർ ലോബിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് അതർ ഹോർമോൺസിന്റെ പ്രൊഡക്ഷനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ ഏതെങ്കിലും ഗ്ലാൻഡിന്റെ ഹോർമോൺ പ്രൊഡക്ഷൻ കുറയുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് ഹൈപ്പോതലാമസിൽ നിന്നുള്ള റിലീസിങ് ഹോർമോണുകൾക്ക് സാധിക്കും. അതേപോലെ ഏതെങ്കിലും ഹോർമോണുകളുടെ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹൈപ്പോതലാമസിൽ നിന്നുള്ള ഇൻഹിബിറ്ററി ഹോർമോണുകൾക്ക് സാധിക്കും. അപ്പൊ ഈ രണ്ട് ഹോർമോണുകളെ ഉപയോഗിച്ചുകൊണ്ട് ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ സഹായത്താൽ എൻറ്റയർ എൻഡോക്രൈൻ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നു. അപ്പൊ അവിടെ അതാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ റിലീസിങ് ഹോർമോണുകളെ കുറിച്ചും ഇൻഹിബിറ്ററി ഹോർമോണുകളെ കുറിച്ചും നിങ്ങൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസറിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ 2 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. രണ്ട് ഹോർമോൺസിന്റെ ഫംഗ്ഷൻ 2 മാർക്ക്. അപ്പൊ ടോട്ടലി 4 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ്. ഇപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ 40 മാർക്കിന് നമ്മൾ എഴുതേണ്ടത്. ടോട്ടലി ഒരു 53 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട്. അതിൽ 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് എഴുതിയാൽ മതിയാവും. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ വൈസ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാത്തിനും ആൻസർ എഴുതാൻ പറ്റുന്ന ABC സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എല്ലാത്തിനും ആൻസർ ചെയ്യാൻ പറ്റുന്ന സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ, നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് ഭംഗിയായിട്ട് എക്സാംസ് എഴുതിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 40 ഔട്ട് ഓഫ് 40 വാങ്ങാൻ സാധിക്കും. ബയോളജി അങ്ങനെ ഒരു സബ്ജക്റ്റ് ആണ്. നമ്മൾ ശ്രദ്ധയോടെ എഴുതിയാൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്നാൽ ചെറിയൊരു അശ്രദ്ധ പോലും നമുക്ക് ഭയങ്കരമായിട്ട് മാർക്ക് കുറയാൻ കാരണമായി മാറും. കാരണം ഇതിൽ നിങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ പലതും കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പ്രോപ്പർ ആയിട്ട് ക്വസ്റ്റ്യൻ വായിച്ചില്ല എങ്കിൽ തെറ്റാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ഇപ്പൊ നിങ്ങൾ എഴുതിയ മോഡൽ എക്സാമിൽ പലപ്പോഴും നിങ്ങൾ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ അശ്രദ്ധ കാരണം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് പോലെ തെറ്റിച്ചിട്ടുണ്ടാവും. ആ മിസ്റ്റേക്സ് നിങ്ങൾ മനസ്സിലാക്കുക. ഈ വീഡിയോ നന്നായിട്ടിരുന്ന് കാണുക. നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് മിസ്റ്റേക്ക് പറ്റിയെന്ന് നോക്കിയിട്ട് ആ പോർഷൻസ് ഒന്നുകൂടി വീണ്ടും വായിക്കുക. അപ്പൊ അടുത്ത് വരുന്ന പബ്ലിക് എക്സാമിന് ഈ പറഞ്ഞ നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്സ് എല്ലാം മാറ്റി എറർ ഫ്രീ ആയിട്ട് ഭംഗിയായിട്ട് പരീക്ഷ എഴുതി 40 മാർക്കും വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ ക്ലാസ്സുകൾ ഇനി നമ്മൾ വരുന്ന ദിവസങ്ങൾ നടത്തുന്നതാണ്. നമ്മുടെ ചാപ്റ്റർ വൈസ് റിവിഷൻ, കംപ്ലീറ്റ് റിവിഷൻ ക്ലാസ്സുകൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. നന്നായിട്ട് ഇനിയുള്ള വളരെ കുറച്ച് ദിവസമേ നിങ്ങൾക്ക് മുന്നിലുള്ളൂ. ആ ദിവസങ്ങൾ വളരെ ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്യുക, നല്ല രീതിയിൽ സ്കോർ ചെയ്യുക, ഫുൾ മാർക്കും വാങ്ങുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.